ഈസി സിവിൽ ഫോർ യു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ കനാൽ എന്നൊരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. കനാൽസും കനാൽ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയുണ്ട്, പിന്നെ കനാലിന്റെ ക്രോസ് സെക്ഷൻ ഡീറ്റെയിലിങ്സ്, പിന്നെ അതുപോലെ കനാൽ ഡിസൈനിൽ വരുന്ന കെനഡീസ് തിയറിയും ലേസിസ് തിയറിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് MCQസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം. കനാൽ എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ടിഫിഷ്യലി ഒരു മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ചാനലാണ്. ജനറലി ട്രപ്പിസോയിഡൽ ഇൻ സെക്ഷൻ ആണ്. യൂഷ്വലി നമ്മൾ ഉണ്ടാക്കുന്ന കനാൽസ് ട്രപ്പിസോയിഡൽ ഷേപ്പിലായിരിക്കും. ട്രപ്പിസോയിഡൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ്, ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. എന്തിനാണ്? ഫീൽഡുകളിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട്. ഫ്രം എ സോഴ്സ്, ഏതർ ഒരു റിവറോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാംസ്, റിസർവോയ്സിൽ നിന്നൊക്കെ വെള്ളത്തിനെ ഫീൽഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചാനൽസ് ആണ് കനാൽസ്. ഇനി കനാൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് സോഴ്സ് ഓഫ് സപ്ലൈ അനുസരിച്ച്, അതുപോലെ ഫിനാൻഷ്യൽ ഔട്ട്പുട്ട്, ഫങ്ഷൻ ഓഫ് കനാൽ അനുസരിച്ച്, പിന്നെ കനാലിൻ്റെ ഡിസ്ചാർജ്, റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് കനാലും, പിന്നെ കനാൽ അലൈൻമെൻറ്റും അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കനാൽസ് ഉണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, കനാൽ ക്ലാസിഫിക്കേഷൻ നോക്കാം. കനാൽ ക്ലാസിഫിക്കേഷൻ അതിൽ എന്തെല്ലാം ഇപ്പോൾ പറഞ്ഞു. നേച്ചർ ഓഫ് സോഴ്സ് ഓഫ് സപ്ലൈ അനുസരിച്ച് ദർ ഈസ് പെർമനൻറ്റ് കനാൽ ആൻഡ് ഇനണ്ടേഷൻ കനാൽ. നേച്ചർ ഓഫ് സോഴ്സ് ഓഫ് സപ്ലൈ അനുസരിച്ച്, അതായത് കനാലിന് എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്, അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് കനാലിനെ പെർമനൻ്റ് എന്നും ഇനണ്ടേഷൻ എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. പെർമനൻറ്റ് കനാലും ഇനണ്ടേഷൻ കനാലും. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ് ഓഫ് സപ്ലൈ ഒരു പെർമനൻറ്റ് സോഴ്സ് ആയിരിക്കും. വെള്ളം കൊണ്ടുവരുന്നത് ഒരു പെർമനൻറ്റ് സോഴ്സ് ആയിരിക്കും ഈ കനാലിന് വെള്ളം കൊടുക്കുക. അതുകൊണ്ട് അതിനെ പെരേനിയൽ കനാൽ എന്നും വിളിക്കും. മെയ്ഡ് ഓഫ് വെൽ ഗ്രേഡഡ് ചാനൽ വിത്ത് പെർമനൻറ്റ് സ്ട്രക്ചേഴ്സ്, അതിന് പെർമനൻറ്റ് സ്ട്രക്ചേഴ്സും ഉള്ളതുകൊണ്ട് അതിനെ പെർമനൻറ്റ് കനാൽ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ പെർമനൻറ്റ് കനാല് എന്താണ്? നേച്ചർ ഓഫ് സോഴ്സ് ഓഫ് സപ്ലൈ, സോഴ്സ് ഈ കനാലിന് വെള്ളം സപ്ലൈ ചെയ്യുന്ന സോഴ്സിന്റെ നേച്ചർ അനുസരിച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന പെർമനന്റ് ഇനണ്ടേഷൻ. ഈ കനാലിന് പെർമനന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കൊണ്ടുണ്ടാക്കിയ കനാൽസ് ആയിരിക്കും. അതായത് പെർമനന്റ് ആയിട്ടുള്ള ഹെഡ് വർക്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് എവിടെ നിന്നാണോ വെള്ളം എടുക്കുന്നത് അവിടെ എപ്പോഴും ഒരു ഇയർ ലോങ് ആയിട്ട് വെള്ളം ഒരു പെർമനന്റ് ആയിട്ട് ഈ കനാലിന് വെള്ളം ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോഴ്സാണ്. അപ്പോൾ അതിനെ പെരനിയൽ കനാൽ എന്നും വിളിക്കുന്നു. അപ്പോൾ അടുത്തത് ഇനണ്ടേഷൻ കനാലാണ്. ഇതിനെ നമ്മളൊരു സീസണൽ കനാൽ എന്നാ പറയാം. ഇനണ്ടേഷൻ എന്ന് പറഞ്ഞാൽ സീസണൽ. പെരനിയൽ മീൻസ് ദ ഹോൾ ഇയർ. അപ്പോൾ ഇനണ്ടേഷൻ കനാൽ എന്ന് പറഞ്ഞാൽ സീസണൽ കനാലാണ്. ഇതിന്റെ സോഴ്സ് എങ്ങനെയാണ് ഇതിന് വെള്ളം കൊടുക്കുന്നത്? അതിന്റെ സോഴ്സ്, അത് റിവറോ റിസർവയറോ, അതിന് നല്ലോണം ഒരു വാട്ടർ ലെവല് ഹൈ ആയി നിൽക്കുമ്പോഴാണ് ഈ കനാലിലേക്ക് വെള്ളം വരുള്ളൂ. എങ്ങനെയാണ്? റിവറിലോ അല്ലെങ്കിൽ ഡാംസിലോ വെള്ളം ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് ഈ കനാലിന്, മെയിനായിട്ട് നമുക്ക് റിവർ തന്നെ പറയാം. ഇപ്പോൾ റെയിനി സീസണിൽ വാട്ടർ ലെവല് നല്ലോണം ഹൈ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ കനാലിലേക്ക് വെള്ളം വരുള്ളൂ. അങ്ങനെയുള്ള കനാൽസിന് സീസണൽ കനാൽ അല്ലെങ്കിൽ ഇനണ്ടേഷൻ കനാൽ എന്നാണ് പറയുക. ഇനി അടുത്തത് ഫിനാൻഷ്യൽ ഔട്ട്പുട്ട് അനുസരിച്ച് നമ്മൾ കനാൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ഔട്ട്പുട്ട് അനുസരിച്ചിട്ട് പ്രൊഡക്റ്റീവ് എന്നും പ്രൊട്ടക്റ്റീവ് എന്നും പറഞ്ഞിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാണ്. എന്താ നമുക്ക് നോക്കാം. പ്രൊഡക്റ്റീവ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫിനാൻഷ്യൽ ഔട്ട്പുട്ട് അനുസരിച്ച്. പ്രൊഡക്റ്റീവ് കനാൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കനാല് ഒരു റവന്യൂ തരും നമുക്ക്. അങ്ങനെയുള്ള കനാൽസിനെ നമ്മൾ പ്രൊട്ടക്റ്റീവ് കനാൽസ് എന്ന് പറയാം. അതേസമയം പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാലോ, അത് എന്തിനാണ്? ആ കനാലിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഏരിയ, അല്ലെങ്കിൽ ആ കനാലിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഏരിയ അഗെയിൻസ്റ്റ് ഫ്യൂച്ചർ ഫാമിൻ ആൻഡ് ഓൾസോ ജനറേറ്റ്സ് എംപ്ലോയ്മെന്റ്. അങ്ങനെയുള്ള കനാലുകളെയാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് കനാൽസിൽ ഉൾപ്പെടുത്തുക. പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈൽഡ്സ് റവന്യൂ. പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയനെ വരൾച്ച ഉണ്ടാവുന്നതിനെ തൊട്ടൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ജനറേറ്റ്സ് എംപ്ലോയ്മെന്റ്. ഇനി ഫങ്ഷൻ ഓഫ് കനാൽ അനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇറിഗേഷൻ കനാൽ, കാരിയർ കനാൽ, ഫീഡർ കനാൽ, നാവിഗേഷണൽ കനാൽ ആൻഡ് പവർ കനാൽ എന്ന്. അതെന്താ നമുക്ക് നോക്കാം. എന്താണ് ഫങ്ഷൻ ഓഫ് കനാൽ അനുസരിച്ചിട്ടുള്ള ഡിവിഷൻസ്?
ഫംഗ്ഷൻ ഓഫ് കനാൽ അനുസരിച്ചിട്ട് ഇറിഗേഷൻ കനാൽ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നുമില്ല, അഗ്രികൾച്ചറൽ ഫീൽഡിന് വെള്ളം കൊണ്ടുപോകുന്ന കനാൽസിനെ നമ്മൾ ഇറിഗേഷൻ കനാൽ എന്ന് പറയും. ഇനി കരിയർ കനാൽ എന്ന് പറഞ്ഞാൽ ഇത് ഇറിഗേഷൻ നടത്തുന്നതോടൊപ്പം ഇറ്റ് ഗീവ്സ് വാട്ടർ ടു അതർ കനാൽസ്. അതാണ് ഇതിന് കരിയർ കനാൽ എന്ന് പറയാൻ കാരണം. കരിയർ കനാൽ എന്ന് പറയാൻ കാരണം ഇറിഗേഷൻ അത് ചെയ്യും, ഫീൽഡിനെ ഇറിഗേറ്റ് ചെയ്യും, അതോടൊപ്പം മറ്റു കനാൽസിനെ വെള്ളം കൊണ്ടുപോവുകയും ചെയ്യുന്നതുകൊണ്ട് അതിനെ കരിയർ കനാൽ എന്ന് പറയും. പിന്നെയുള്ളതാണ് ഫീഡർ കനാൽ. ഇത് 2 or more കനാൽസിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കനാലാണ്. അതായത് ഈ കനാൽ ഇറിഗേഷൻ നടത്തുന്നില്ല, പക്ഷേ നേരിട്ട് ഫീൽഡിലേക്ക് വെള്ളം എത്തിക്കില്ല, പക്ഷേ 2 or more കനാൽസിന് ഇത് വെള്ളം സപ്ലൈ ചെയ്യും. അതിനെ ഫീഡർ കനാൽ എന്ന് പറയും. ഇനി നാവിഗേഷണൽ കനാൽ, ഇത് നമുക്കറിയാം പേരിൽ നിന്ന് തന്നെ നാവിഗേഷൻ പർപ്പസിന്, അതായത് യാത്രയ്ക്ക് ഇപ്പോൾ ബോട്ടിനോ അങ്ങനെയൊക്കെ പോകാൻ സൗകര്യം ഉണ്ടാക്കുന്ന കനാൽസ് ആണ് നാവിഗേഷണൽ കനാൽസ്. ഇനി പവർ കനാൽസ് എന്താണ്? ക്യാരീസ് വാട്ടർ ഫ്രം റിസർവോയർ ടു പവർ ടർബൈൻസ്. എന്താണ് ക്യാരീസ് വാട്ടർ ഫ്രം? നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാമിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിന് ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ട് ടർബൈൻ ഹൗസസിലേക്ക് കൊണ്ടുവരുന്ന കനാൽസ് ആണ് പവർ കനാൽസ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ഡിസ്ചാർജ്. ഒരു കനാലിന്റെ ഡിസ്ചാർജ് അനുസരിച്ചും വെള്ളം പുറത്തേക്ക് വിടുന്നതാണ് ഡിസ്ചാർജ്. കനാല് വെള്ളം പുറത്തേക്ക് വിടുന്നത് ആ ഒരു റേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് റേറ്റ് അനുസരിച്ചും അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചും നമ്മളതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ കനാൽ, ബ്രാഞ്ച് കനാൽ, മേജർ ഡിസ്ട്രിബ്യൂട്ടറി, മൈനർ ഡിസ്ട്രിബ്യൂട്ടറി, ഫീൽഡ് ചാനൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താണ്, നമുക്ക് മെയിൻ കനാൽ നോക്കാം. നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ഡിസ്ചാർജ് ക്ലാസിഫിക്കേഷൻ, അതിൽ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ ഇത് നമ്മുടെ ഡാമോ റിസർവോയറോ എന്തെങ്കിലും ആയിരിക്കും. അവിടെ നിന്ന് നമ്മൾ ഹെഡ് റെഗുലേറ്റർ വഴി മെയിൻ കനാലിലേക്ക് ആദ്യം വെള്ളം എത്തുന്നത് എവിടെയാണ്? മെയിൻ കനാലിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രാഞ്ച് കനാൽസിലേക്ക് വെള്ളം പോവും. ബ്രാഞ്ച് കനാലിൽ നിന്ന് മേജർ ഡിസ്ട്രിബ്യൂട്ടറി, പിന്നെ മേജർ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് മൈനർ ഡിസ്ട്രിബ്യൂട്ടറിയിലേക്കും പിന്നീട് ഫീൽഡ് ചാനലിലേക്കും ആണ് വെള്ളം പോവുക. ഇത് ഫീൽഡാണ്, ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത് ഫീൽഡാണ്. ഫീൽഡിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതാണ് ഫീൽഡ് ചാനൽ അല്ലെങ്കിൽ വാട്ടർ കോഴ്സ് അല്ലെങ്കിൽ ഗൾസ് എന്ന് പറയും. വാട്ടർ കോഴ്സ് അല്ലെങ്കിൽ ഗൾസ്. ഇവിടെ ഒരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്, ഗവൺമെന്റിന്റെ കൺട്രോൾ എവിടെയാണ് എൻഡ് ചെയ്യാന്ന്? കനാൽ സിസ്റ്റത്തിൽ എവിടെയാണ് ഗവൺമെന്റിന്റെ കൺട്രോൾ എൻഡ് ചെയ്യാന്ന് ചോദിച്ചാൽ ഇവിടെയാണ്, അറ്റ് ദി ഹെഡ് ഓഫ് ദ ഫീൽഡ് ചാനൽ. കാരണം ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആയിരിക്കും, അതിലേക്കുള്ള ഫീൽഡ് ചാനല് അത് ആ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. അപ്പോൾ ഗവൺമെന്റ് കൺട്രോൾ എൻഡ് ചെയ്യുന്നത് അറ്റ് ദി ഹെഡ് ഓഫ് ദി ഫീൽഡ് ചാനലായിരിക്കും, മൈനർ ഡിസ്ട്രിബ്യൂട്ടറി വരെ, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഫീൽഡ് ചാനൽ അല്ലെങ്കിൽ വാട്ടർ കോഴ്സ് അല്ലെങ്കിൽ ഗൾസ്, അതിന്റെ ഹെഡ് വരെയാണ് ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ടാവുക. ഫീൽഡ് ചാനൽ എന്ന് പറഞ്ഞാൽ ഫീൽഡിന് അകത്ത് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽസ് ആണ് ഫീൽഡ് ചാനൽസ്. ഇനി മേജർ ഡിസ്ട്രിബ്യൂട്ടറിനെ നമ്മൾ രാജ്ഭ എന്നൊരു പേരിലും അതറിയപ്പെടും. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, രാജ്ഭ എന്നൊരു പേരിലും മേജർ ഡിസ്ട്രിബ്യൂട്ടറിനെ അറിയപ്പെടും. അപ്പം നമ്മൾ പറഞ്ഞു ഡിസ്ചാർജിന്റെ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കനാൽസ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാന്ന്. അപ്പം മെയിൻ കനാലിന്റെ ഡിസ്ചാർജ് എന്താണ്? Q greater than 10 meter cube per second ആണ്. ഡിസ്ചാർജ് ഇഫ് ഗ്രേറ്റർ ദാൻ 10 meter cube per second ആണെങ്കിൽ അത് മെയിൻ കനാലാണ്. ഇനി 5 to 10 ക്യുമെക്സിന്റെ ഇടയിലാണ് വാട്ടർ വരുന്നെങ്കിൽ, ഗ്രേറ്റർ ദാൻ 10 മെയിൻ കനാൽ, 5 to 10 ക്യുമെക്സിന്റെ ഇടയിൽ വാട്ടർ വന്നാൽ അത് ബ്രാഞ്ച് കനാലാണ്. ബ്രാഞ്ച് കനാൽ. പിന്നീട് മേജർ ഡിസ്ട്രിബ്യൂട്ടറിയിൽ വാട്ടറിന്റെ അളവ് 0.25 to 3 ക്യുമെക് ആണ്. പിന്നീട് ഫീൽഡ് ചാനലിലാണെങ്കിൽ ലെസ് ദാൻ 0.25 ക്യുമെക് വാട്ടർ ആണ് ഫീൽഡ് ചാനൽസിൽ ഫ്ലോ ചെയ്യുക, ലെസ് ദാൻ 0.25 ക്യുമെക്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ രാജ്ഭ ശ്രദ്ധിക്കുക. അതുപോലെ ഗവൺമെന്റ് കൺട്രോൾ എൻസെറ്റ് ഹെഡ് ഓഫ് വാട്ടർ കോഴ്സ് അല്ലെങ്കിൽ ഗൾസ് ഓർ ഫീൽഡ് ചാനൽ എന്നുള്ളത് ഓർത്തിരിക്കാം. പിന്നീട് ഈ ഒരു ഇത് ആദ്യം മെയിൻ കനാലിലേക്ക് വാട്ടർ വരും, ആദ്യം മെയിൻ കനാലിലേക്ക്, പിന്നെ അവിടെ നിന്ന് ബ്രാഞ്ച് കനാൽ, പിന്നീട് മേജർ ഡിസ്ട്രിബ്യൂട്ടറി, മൈനർ ഡിസ്ട്രിബ്യൂട്ടറി ആൻഡ് ഫീൽഡ് ചാനൽസിലൂടെ വെള്ളം പോയിട്ടാണ് ഫീൽഡിലേക്ക് എത്താം എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് കനാൽ അലൈൻമെന്റ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ള. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ കനാൽ അലൈൻമെന്റ് വെച്ചിട്ട് പലതരം കനാൽ ഉണ്ട്. റിഡ്ജ് കനാൽ, കോണ്ടൂർ കനാൽ ആൻഡ് സൈഡ് സ്ലോപ്പ് കനാൽ.
ഓക്കെ. ഇപ്പോൾ റിഡ്ജ് കനാൽ, കോണ്ടൂർ കനാൽ, സൈഡ് സ്ലോപ്പ് കനാൽ. കനാൽസ് എങ്ങനെ നമ്മൾ അലൈൻ ചെയ്യുന്നു, ഏത് ഭാഗത്തൂടെ നമ്മൾ കനാൽസ് വെട്ടിയുണ്ടാക്കുന്നു എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ 3 ക്ലാസിഫിക്കേഷനാണ്: റിഡ്ജ് കനാൽ, കോണ്ടൂർ കനാൽ, സൈഡ് സ്ലോപ്പ് കനാൽ എന്നുള്ളത്. അതെന്താണെന്ന് നോക്കാം. കനാൽ അലൈൻമെന്റ് ആദ്യം വരുന്നതാണ് റിഡ്ജ് കനാൽ. ആദ്യം നമുക്ക് എന്താ നോക്കാം, റിഡ്ജ് കനാൽ മനസ്സിലാക്കണമെങ്കിൽ എന്താ റിഡ്ജ് ലൈൻ എന്ന് അറിയണം. റിഡ്ജ് ലൈൻ ഈസ് ദ ലൈൻ ദറ്റ് ജോയിൻസ് ദി ഹയസ്റ്റ് പോയിന്റ് ഓഫ് എ മൗണ്ടൻ റിഡ്ജ്. ഒരു മൗണ്ടൻ റിഡ്ജിന്റെ ഹയസ്റ്റ് പോയിന്റ്സ് തമ്മിൽ, കുറേ ഒരു മൗണ്ടൻ നിരകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഹയസ്റ്റ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മളൊരു ഹയസ്റ്റ് ആയിട്ടുള്ള അതിന്റെ പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതാണ് റിഡ്ജ് ലൈൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണെന്ന് ജസ്റ്റ് ഫിഗറിൽ നോക്കിയിട്ട് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇപ്പൊ നമുക്ക് റിഡ്ജ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇവിടെ ഒരു മൗണ്ടൻ റേഞ്ച് ആണ് കാണുന്നതെങ്കിൽ ഈ ഒരു പോയിന്റ് പിന്നീട് ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് നമ്മൾ ഡ്രോ ചെയ്യുന്ന ലൈനാണ് റിഡ്ജ് ലൈൻ. ഇനി നമ്മൾ അവിടെ ഒരു നമുക്കൊരു കനാൽ ആ റിഡ്ജ് ലൈൻ അലോങ് നമ്മളൊരു ട്രപ്പിസോയിഡൽ സെക്ഷൻ കനാൽ നമ്മൾ ബിൽഡ് ചെയ്യാന്ന് വെച്ചോ. ഇങ്ങനെ ആ ഒരു മൗണ്ടൻ റേഞ്ചസിന്റെ ഹയസ്റ്റ് പോയിന്റ് വെച്ചിട്ട് ഒരു ട്രപ്പിസോയിഡൽ സെക്ഷൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കട്ടെ. ഇതാണ് അപ്പോൾ റിഡ്ജ് കനാൽ. ടോപ്പ് മോസ്റ്റ് പോയിന്റ്സ് നമ്മൾ കണക്ട് ചെയ്താൽ റിഡ്ജ് ലൈൻ കിട്ടും. അവിടെ അലോങ് ദ റിഡ്ജ് ലൈൻ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കനാലാണ് റിഡ്ജ് കനാൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു പോയിന്റ് റിഡ്ജ് ലൈൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് ഈസി അല്ല. അതുകൊണ്ട് തന്നെ ഈ കനാൽ ഉണ്ടാക്കല് കുറച്ച് ടഫായ ജോബാണ്. പക്ഷേ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഇറ്റ് ഇറിഗേറ്റ്സ് ബോത്ത് ദ സൈഡ്സ് ഓഫ് ദ മൗണ്ടൻ. ബോത്ത് സൈഡ്സ് ഇറിഗേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതിനുണ്ട്. റിഡ്ജ് കനാലില് ബോത്ത് സൈഡ്സ് ഇറിഗേറ്റ് ചെയ്യും. അതുപോലെ അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഈ കനാലിന്റെ കമാൻഡ് ഏരിയ ഹൈ ആണ്. കാരണം അത് രണ്ട് സൈഡും ഇറിഗേറ്റ് ചെയ്യാൻ അതിന് കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ പിന്നീട് ഇതിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്, ഇവിടെ ഇപ്പോൾ വെള്ളം സാധാരണ ഒരു മഴ ഇവിടെ പെയ്താല് അതിങ്ങനെ താഴേക്കാണ് ഒഴുകി പോവുക. വാട്ടർ ഇങ്ങനെ ഒഴുകി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്, നാച്ചുറൽ ഡ്രെയിനേജിനെ ക്രോസ് ചെയ്യുന്നില്ല. ആ ഒരു ഏരിയയിലെ നാച്ചുറൽ ഡ്രെയിനേജിനെ ഇത് കട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നാച്ചുറൽ ഡ്രെയിനേജ് ഡസ് നോട്ട് ക്രോസ് ദിസ് റിഡ്ജ് ലൈൻസ്. അതുകൊണ്ട് അവിടെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആവശ്യമില്ല. അതുപോലെ ഇതിന്റെ സ്ലോപ്പ്, ഈ റിഡ്ജ് കനാലിന്റെ സ്ലോപ്പ് ഭയങ്കര ഒരു സ്റ്റീപ്പ് സ്ലോപ്പ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിന് പ്രൊട്ടക്ഷൻ വർക്ക്സും ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ പ്രോപ്പർട്ടീസ്. അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇതിനെ വാട്ടർ ഷെഡ് കനാൽ എന്നും വിളിക്കും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വാട്ടർ ഷെഡ് കനാൽ. പിന്നെ ഇറ്റ് ഇറിഗേറ്റ്സ് ബോത്ത് സൈഡ്സ്, അത് പറഞ്ഞു. അതുകൊണ്ട് കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞത് ഹൈ ആണ്. പിന്നീട് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് നോട്ട് റിക്വയർഡ്, CDW, ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് നോട്ട് റിക്വയർഡ്. പിന്നീട് പ്രൊട്ടക്റ്റീവ് വർക്ക്സ്, ഇതിന്റെ സ്റ്റീപ്പ് സ്ലോപ്പ് അല്ലാത്തതുകൊണ്ട് പ്രൊട്ടക്റ്റീവ് വർക്ക്സും നോട്ട് റിക്വയർഡ് ആണ്. അത്രയാണ് റിഡ്ജ് കനാൽ മനസ്സിലാക്കാനുള്ളത്. പിന്നീട് അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് കോണ്ടൂർ കനാൽസ്. കോണ്ടൂർ ലൈൻ എന്താണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് എന്താണ് കോണ്ടൂർ ലൈൻ? ഇറ്റ് ജോയിൻസ് പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ ഓർ ഹൈറ്റ്. ദിസ് കനാൽ ഇസ് അലൈൻഡ് പാരലൽ ടു കോണ്ടൂർസ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് കോണ്ടൂർ എന്ന് നോക്കാം. അത് മനസ്സിലായത് ഈക്വൽ എലിവേഷൻ ഉള്ള പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ഹില്ലാണെങ്കിലും അതിന്റെ ഈക്വൽ എലിവേഷനിൽ നിൽക്കുന്ന പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നതാണ് കോണ്ടൂർ ലൈൻ. ഈ കോണ്ടൂർ ലൈനിന് പാരലലായിട്ട് അലൈൻ ചെയ്യുന്ന കനാൽസ് ആണ് കോണ്ടൂർ കനാൽസ്. അതും അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യം എന്താണ് ഒന്നുകൂടെ മനസ്സിലാക്കാൻ നമുക്ക്. ഇപ്പോൾ ഇതൊരു ഹില്ലാണ്, ഇതൊരു 2 ഹിൽസ് ആണ്, അഡ്ജസന്റ് ആയിട്ടുള്ള ഹിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതില് ഈ ഒരു പോയിന്റ് കാണിക്കുന്നത്, ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന ലൈൻ, അതൊക്കെ സെയിം എലിവേഷൻ ആണ്. അതുപോലെ ഇപ്പൊ ഈ ഒരു ലൈൻ എടുക്കുവാണെങ്കിൽ ഈ കാണിക്കുന്ന കോണ്ടൂർ എന്ന് പറഞ്ഞാൽ സെയിം എലിവേഷനിൽ നിൽക്കുന്ന പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോണ്ടൂർ ലൈൻ. അപ്പോൾ ഈ കോണ്ടൂർ ലൈൻസ് ഏതെങ്കിലും ഒരു കോണ്ടൂർ ലൈനിന് പാരലൽ ആയിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കനാൽ, അതായത് ഇങ്ങനെ നമ്മൾ ഈ ഒരു കോണ്ടൂറിന് പാരലൽ ആയിക്കൊണ്ട് ഒരു കനാൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് കോണ്ടൂർ കനാൽ.
ഈ ഒരു കോണ്ടൂർ ലൈനിന് പാരലൽ ആയിക്കൊണ്ട് നമ്മളൊരു കനാൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എവിടെ വേണേലും ഉണ്ടാക്കാം നമുക്കത്. അപ്പോൾ അതിനെയാണ് നമ്മൾ കോണ്ടൂർ കനാൽസ് എന്ന് പറയുക. അതായത് ഹില്ലിന്റെ സ്ലോപ്പ് ഇങ്ങനെ താഴത്തേക്ക് ഉണ്ട്, അപ്പോൾ അതിന് പാരലൽ ആയിക്കൊണ്ട് ഒരു കനാല്, കോണ്ടൂർസിന് പാരലൽ ആയിക്കൊണ്ട്. ഈ കോണ്ടൂർസ് ആണ് നമ്മളിങ്ങനെ ഒരു പ്ലെയിൻ ഏരിയയിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഇതെല്ലാം കോണ്ടൂർസ് ആണ്, ഒരു ഹില്ലിന്റെ കോണ്ടൂർ ആണ്. സെൻട്രൽ വാല്യൂ ഹില്ലിന് ഹൈ ആയിരിക്കും, ഹിൽസിന് സെൻട്രൽ വാല്യൂ കോണ്ടൂർസിന്റെ ഹൈ ആയിരിക്കും. ഇറ്റ് ഡിനോട്ട്സ് എ ഹിൽ. അപ്പൊ ഇത് അതിന്റെ ഒരു കോണ്ടൂർ ആണ്. കോണ്ടൂർ ലൈൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ഫിഗറിൽ നോക്കാം. അപ്പോൾ കോണ്ടൂർ, അതായത് ഇവിടെ ഒരു പോയിന്റ്സ് ഞാൻ എടുത്തു, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു പോയിന്റ്, ഇത് സെയിം എലിവേഷനിൽ നിൽക്കുന്ന പോയിന്റ്സ് ആണ്. അതേപോലെ ജോയിൻ ചെയ്താണ് നമുക്കൊരു കോണ്ടൂർ ലൈൻ കിട്ടുക. സെയിം എലിവേഷനിൽ നിൽക്കുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കോണ്ടൂർ ലൈൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് പാരലായിക്കൊണ്ട് നമ്മളൊരു കനാല് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, ഇതിന് പാരലായിക്കൊണ്ട് നമ്മളൊരു കനാല് ബിൽഡ് ചെയ്താൽ അതിനെയാണ് നമ്മൾ കോണ്ടൂർ കനാൽ എന്ന് പറയാം. ഇതാണ് കോണ്ടൂർ കനാൽ. കോണ്ടൂർ കനാൽ. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്താന്ന് വെച്ചാൽ, അതിന്റെ ഇവിടെ നമുക്ക് കണ്ടറിയാം, ഈ ഹില്ലിന്റെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ സ്റ്റീപ്പ് ആയിരിക്കും. ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ സ്റ്റീപ്പ് ആയിരിക്കും കമ്പയർഡ് ടു ദിസ് സൈഡ്. കമ്പയർഡ് ടു ഈ ഒരു സൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സൈഡ് ഹൈ ആയിട്ടായിരിക്കും നിൽക്കുക, ഈ ഒരു സൈഡ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു സൈഡിൽ നമ്മൾ ബൺസ് കൊടുക്കേണ്ടി വരും. ഈ ഒരു സൈഡിൽ ബൺസ് ആവശ്യമായിട്ട് വരും ഈ ഒരു കനാലിന്. ഈ ഒരു സൈഡിൽ ബണ്ട് കെട്ടിക്കൊടുക്കേണ്ടി വരും കനാലിന്. ഒരു സൈഡ് ഹയർ ആയിട്ടാണ് നിൽക്കുന്നത്, ഒരു സൈഡിൽ ബണ്ട് ആവശ്യമായിട്ട്. അതുകൊണ്ട് ഇതിനെ സിംഗിൾ ബണ്ട് കനാൽ എന്നും വിളിക്കും. കോണ്ടൂർ കനാലിന് സിംഗിൾ ബണ്ട് കനാൽ എന്ന് വിളിക്കും. അതുപോലെ ഇതിന് ഇവിടെ റെയിൻ, ഇപ്പം ഒരു റെയിൻ മഴ പെയ്താൽ ഇതിനെ ക്രോസ് ചെയ്യും, വാട്ടർ ഇതിനെ ക്രോസ് ചെയ്താണ് ഒഴുകുക. ഈ കനാൽസിനെ, കോണ്ടൂർ കനാൽസിനെ ക്രോസ് ചെയ്ത് വാട്ടർ ഒഴുകുമ്പോൾ ഇവിടെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് വേണം. പക്ഷേ ഒരു സ്റ്റീപ്പ് സ്ലോപ്പ് ഈ കനാലിനില്ല, കാരണം സെയിം എലിവേഷനുള്ള പോയിന്റ്സ് തമ്മിലാണ് നമ്മൾ ജോയിൻ ചെയ്ത് കനാൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പാരലൽ ടു കോണ്ടൂർ ലൈൻ ആയതുകൊണ്ട് പ്രൊട്ടക്ഷൻ വർക്ക്സ് ആവശ്യമില്ല ഈ കനാലിന്, സ്റ്റീപ്പ് സ്ലോപ്പ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ നാച്ചുറൽ ഡ്രെയിൻ ഇതിനെ ക്രോസ് ചെയ്യുന്ന കാരണം ഇതിന് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് വേണം. അപ്പോൾ ഒന്നിവിടെ നമുക്ക് നോക്കാം. സിംഗിൾ ബണ്ട് കനാൽ എന്ന് പറയും. ഇറ്റ് ഇറിഗേറ്റ്സ് ഓൺലി വൺ സൈഡ്. അത് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഇറ്റ് ഇറിഗേറ്റ്സ്, ഒരു സൈഡ് മാത്രമേ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഒരു സൈഡ് ഹൈ ആയിട്ട് നിൽക്കുകയാണ്. നമുക്കപ്പോൾ ഈ ഒരു സൈഡ് ഇവിടെ ഇറിഗേഷൻ ചെയ്യില്ല ഈ കനാൽ, ബട്ട് ഇറിഗേഷൻ ഈസ് പോസിബിൾ ടു ദ ഡൗൺവേർഡ് സൈഡാണ് ഇറിഗേഷൻ നടക്കുക ഈ കനാലിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ ഇറിഗേഷൻ, ഒരു സൈഡിൽ ബണ്ട്, അതുകൊണ്ട് സിംഗിൾ ബണ്ട് കനാൽ, വൺ സൈഡ് ഇറിഗേഷൻ. പിന്നെ സ്യൂട്ടബിൾ ഫോർ ഹില്ലി ഏരിയാസ് ആണ് ഈ കനാൽസ്. പിന്നെ ഞാൻ പറഞ്ഞു നാച്ചുറൽ ഡ്രെയിനേജ് ഇതിനെ ഈ കനാലിനെ ക്രോസ് ചെയ്യുന്ന കാരണം ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് നെസസറി ആണ്. പ്രൊട്ടക്ഷൻ വർക്ക്സ് നോട്ട് റിക്വയർഡ് ആണ്, കാരണം ബെഡ് സ്ലോപ്പ് ഓൾമോസ്റ്റ് യൂണിഫോം ആയതുകൊണ്ട്. ഇനി അടുത്ത കനാലാണ് സൈഡ് സ്ലോപ്പ് കനാൽ. സൈഡ് സ്ലോപ്പ് കനാൽ, അത് എന്ന് പറഞ്ഞാൽ ഡബിൾ ബണ്ട് കനാൽ എന്നാണ് അതിനെ പറയാ. ഡബിൾ ബണ്ട് കനാൽ. ഈ ഒരു കനാല് കാണിക്കുകയാണെങ്കിൽ, അത് ഈ ഒരു സെക്ഷനിൽ കാണിച്ചാൽ, ഇതിപ്പോ ഹില്ലിന്റെ സ്ലോപ്പ് ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്ന കനാൽസ്, അലോങ് ദ സ്ലോപ്പ്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് ഹൈ ആയിരിക്കും, ഈ ഒരു കനാലിന്റെ സ്ലോപ്പ് ഹൈ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ പ്രൊട്ടക്ഷൻ വർക്ക്സ് കൊടുക്കണം. പക്ഷേ ഡ്രെയിനേജ് ഇതിനെ ക്രോസ് ചെയ്യുന്നില്ല. മഴ പെയ്താൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ഈ കനാലിനെ ക്രോസ് ചെയ്യാത്തതുകൊണ്ട് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ഇതിന് ആവശ്യമില്ല. ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആവശ്യമില്ല, പക്ഷെ പ്രൊട്ടക്ഷൻ വർക്ക്സ് വേണം. കാരണം എന്താണ്, ഈ കനാല് ഒരു സ്റ്റീപ്പ് സ്ലോപ്പാണ്, ബെഡ് സ്ലോപ്പ് ഹൈ ആണ്, പ്രൊട്ടക്ഷൻ വർക്ക്സ് വേണം. ഓക്കെ, പിന്നീട് ഇതിന് രണ്ട് സൈഡിലും നമ്മൾ ബണ്ട് പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ട് ഡബിൾ ബണ്ട് കനാൽ. രണ്ട് സൈഡിലും നമ്മൾ ബണ്ട്സ് പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ട് ഇതിന് ഡബിൾ ബണ്ട് കനാൽ എന്നാണ് പറയുക. ഓക്കെ, അലൈൻഡ് റഫ്ലി അറ്റ് റൈറ്റ് ആംഗിൾസ്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ കോണ്ടൂർ പറഞ്ഞു,
ഇവിടുത്തെ കോണ്ടൂർസ് സെയിം എലിവേഷൻ ജോയിൻ ചെയ്യുന്ന കോണ്ടൂർസിനെ ക്രോസ് ചെയ്തിട്ടായിരിക്കും, അതിന് റൈറ്റ് ആംഗിൾസിലായിരിക്കും ഈ കനാൽ പോവുക. അപ്പോൾ പിന്നെ ഇത് ഇറിഗേറ്റ്സ് ഓൺലി വൺ സൈഡ്. This canal also irrigates only one side. പിന്നെ it runs parallel to natural drainage, hence no cross drainage work required. സ്റ്റീപ്പ് ബെഡ് സ്ലോപ്പ് ഉള്ളതുകൊണ്ട് പ്രൊട്ടക്ഷൻ വർക്ക്സ് വേണം ഇവിടെ. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കനാൽ ക്രോസ് സെക്ഷൻ. അപ്പോൾ കനാലിന്റെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കനാൽ ക്രോസ് സെക്ഷൻ എന്താണെന്ന് നോക്കാം. അതിന്റെ കുറച്ച് ടേംസും കാര്യങ്ങളും പഠിക്കാനുണ്ട്, ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫിഗർ നോക്കാം. ഇതാണ് നമ്മുടെ കനാൽ സെക്ഷൻ. കനാൽ സെക്ഷന്റെ ഫുൾ സപ്ലൈ ലെവലാണ് ഈ ടോപ്പിൽ കാണിച്ചിരിക്കുന്നത്. അതായത് വെള്ളം നിറഞ്ഞൊഴുകിയാൽ ഇവിടം വരെ ഒഴുകും, ഫുൾ സപ്ലൈ ലെവൽ. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ള ടേമാണ് ബേം. എന്താണ് ബേം? ബേം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കനാൽ കട്ടിങ്ങിൽ നിന്നുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ബേം. ഇവിടെ നമ്മൾ എംബാങ്ക്മെന്റ് കൊടുത്തിട്ടുണ്ട്. എംബാങ്ക്മെന്റ് അതായത് ആ ഒരു കനാലിന് നമ്മൾ സൈഡിൽ ഇങ്ങനെ ഒരു എംബാങ്ക്മെന്റ് പണിതിട്ടുണ്ട്. പക്ഷെ കനാൽ കട്ടിങ്ങിൽ നിന്നൊരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈ എംബാങ്ക്മെന്റിലേക്ക് കൊടുക്കും. ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബേം എന്ന് വിളിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ കനാൽസ് നമുക്ക് വൈഡൻ ചെയ്യണമെങ്കിലൊക്കെ ഈ ഒരു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കൊടുക്കുന്നത്. കനാൽ കട്ടിങ്ങിൽ നിന്ന് എംബാങ്ക്മെന്റിലേക്കുള്ള ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബേം എന്ന് പറയാം. ഇനി ഈ എംബാങ്ക്മെന്റ് നമ്മൾ കുറച്ച് റേസ് ചെയ്ത് കൊടുക്കും. അതിനെ നമ്മൾ ഡവൽ ഓർ ഡൗല എന്ന് പറയാം. കാരണം ഇത് നമ്മൾ സർവീസ് റോഡ്, ഈ ഒരു പോർഷൻ നമ്മൾ സർവീസ് റോഡോ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ റോഡ്, കനാലിന്റെ ഇൻസ്പെക്ഷൻ റോഡോ സർവീസ് റോഡോ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ റോഡ് വേ അല്ലെങ്കിൽ നമുക്ക് ഇൻസ്പെക്ഷൻ റോഡോ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ റേസ് ചെയ്ത് കൊടുക്കും. ഈ ഒരു ഏരിയ നമ്മൾ റേസ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ ഡവൽ ഓർ ഡൗള എന്ന് പറയാം. അതിന്റെ ഹൈറ്റ് 30 സെന്റിമീറ്ററും വിഡ്ത്ത് 30 to 60 സെന്റിമീറ്റർ. 30 to 60 അല്ലെങ്കിൽ 0.3 to 0.6 സെന്റിമീറ്റർ ആണ് ഇത്. 30 to 60 സെന്റിമീറ്റർ ഓർ 0.3 to 0.6 മീറ്റർ. 0.3 to 0.6 മീറ്റർ ഹൈറ്റ്, 0.3 മീറ്റർ. അതുപോലെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ടോപ്പ് പോർഷന്റെ വിഡ്ത്ത് 0.3 to 0.6 മീറ്റർ ആണ്. അത് ഓർത്തിരിക്കണം. ഡൗള ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് സ്പോയിൽ ബാങ്ക്. അടുത്ത നോക്കാനുള്ളത് സ്പോയിൽ ബാങ്ക് എന്താന്നുള്ളതാണ്. എന്താണ് ഈ സ്പോയിൽ ബാങ്ക്? ഇത് നമ്മൾ ഈ എക്സ്കവേഷൻ, ഇവിടെ നമ്മൾ ഈ ചാനൽ എക്സ്കവേറ്റ് ചെയ്തെടുത്തപ്പോൾ നമ്മൾ അതിന്റെ മണ്ണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ എംബാങ്ക്മെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എംബാങ്ക്മെന്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടും കൂടുതലുള്ള മണ്ണിനെ നമ്മൾ ഇതുപോലെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും. അതിനാണ് നമ്മൾ സ്പോയിൽ ബാങ്ക്സ് എന്ന് പറയാം. ഇതാണ് സ്പോയിൽ ബാങ്ക്സ്. അത് either വൺ സൈഡിലോ അല്ലെങ്കിൽ ബോത്ത് സൈഡ് ഓഫ് ദ റിവറിലോ നമുക്ക് കനാലിലോ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ സ്പോയിൽ ബാങ്ക് എന്ന് പറയാം. സ്പോയിൽ ബാങ്ക് അതായത് കനാൽസ് വെട്ടി അതിന്റെ എർത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ എംബാങ്ക്മെന്റ്സ് ഉണ്ടാക്കി എന്നിട്ടും എക്സസ് വരുന്നത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു എംബാങ്ക്മെന്റും കൂടെ അതിന്റെ സൈഡിൽ ഉണ്ടാക്കി നിർത്തുന്നതിനാണ് നമ്മൾ സ്പോയിൽ ബാങ്ക്സ് എന്ന് പറയാം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് വേറൊരു ടേം നോക്കാം, ഫ്രീ ബോർഡ്. എന്താണ് ഫ്രീ ബോർഡ്? ഇത് നമ്മുടെ എംബാങ്ക്മെന്റ്സ് ആണ്. ഇത് നമ്മുടെ ഫുൾ സപ്ലൈ ലെവൽ, അതായത് വെള്ളം മഴക്കാലത്തൊക്കെ നിറഞ്ഞൊഴുകിയാൽ ഇവിടം വരെ കനാലിൽ വെള്ളം ഉണ്ടാവും. ഫുൾ സപ്ലൈ ലെവലാണ് കനാലിന്റെ. അപ്പോൾ ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫുൾ സപ്ലൈ ലെവൽ ഓഫ് എ കനാൽ ആൻഡ് ദി ടോപ്പ് ഓഫ് ദി എംബാങ്ക്മെന്റ്. ടോപ്പ് ഓഫ് ദി എംബാങ്ക്മെന്റ് ഓർ
ബാങ്ക് അല്ലെങ്കിൽ എംബാങ്ക്മെന്റ് ടോപ്പ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിന് വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫ്രീ ബോർഡ് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഒരു ഫ്ലഡോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫ്രീ ബോർഡ് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, ആ റിവർ കവിഞ്ഞൊഴുകും. അപ്പോൾ ആ ഒരു ഫ്രീ ബോർഡ് യൂഷ്വലി ഉണ്ടാകുന്ന ഫുൾ സപ്ലൈ ലെവലിൽ നിന്നും ഉള്ളൊരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ബാങ്കിന്റെ ടോപ്പ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയാം. ഇനി സം ടൈപ്സ് ഓഫ് ബറോ പിറ്റ്സ് നോക്കാം. ഔട്ട്സൈഡ് ബറോ പിറ്റും ഉണ്ട്, ഇൻസൈഡ് ബറോ പിറ്റും ഉണ്ട്. എന്താണെന്ന് നോക്കാം. ഔട്ട്സൈഡ് ബറോ പിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കനാലില് സാധാരണ നമ്മൾ കുഴിച്ചിട്ട് ആണ് നമ്മൾ ബാങ്ക്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു, ഈ ഒരു എംബാങ്ക്മെന്റ്സ് ഉണ്ടാക്കുക. പക്ഷേ ആ കുഴിച്ച മണ്ണ് തികയുന്നില്ലെങ്കിൽ നമ്മൾ ഈ എംബാങ്ക്മെന്റ്സിന്റെയും പുറത്തെ ഒരു ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മണ്ണ് എടുത്തിട്ട് എംബാങ്ക്മെന്റ്സ് ഉണ്ടാക്കി തീർക്കും. അതിനെയാണ് നമ്മൾ ഔട്ട്സൈഡ് ബറോ പിറ്റ്സ് എന്ന് പറയാം. പിന്നെ ഇനി ഔട്ട്സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ ഇൻസൈഡ് ബറോ പിറ്റ്സും കൊടുക്കും. ഇങ്ങനെ നമ്മൾ കനാലിന്റെ അകത്ത് തന്നെ ഒരു ചെറിയ കനാലിന്റെ വിഡ്ത്ത് ബി ആണെങ്കിൽ ഒരു B/2 ലെസ് ദാൻ ഒരു B/2 ഡിസ്റ്റൻസിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മണ്ണെടുക്കും. എംബാങ്ക്മെന്റ്സിന് ആവശ്യമായ മണ്ണ്, ഈ ബാങ്ക് ഉണ്ടാക്കാൻ ആവശ്യമായ മണ്ണ് എടുക്കുന്നതിനാണ് നമ്മൾ ഇൻസൈഡ് ബറോ പിറ്റ്സ് കൊടുക്കുക. അതിന്റെ ലെങ്ത് L ആണെങ്കിൽ ഒരു L/2 ഗ്യാപ്പിൽ നമുക്ക് ഇതുപോലെ പിറ്റ്സിൽ നിന്ന് നമുക്ക് മണ്ണെടുത്തിട്ട് നമുക്ക് എംബാങ്ക്മെന്റ്സ് പണിയാവുന്നതാണ്. അതിനെയാണ് ഔട്ട്സൈഡ് ബറോ പിറ്റ് ആൻഡ് ഇൻസൈഡ് ബറോ പിറ്റ് എന്ന് പറയാം. ഇനി എന്താണ് ബാലൻസിങ് ഡെപ്ത്? ബാലൻസിങ് ഡെപ്ത് എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ കനാൽസ് കുഴിച്ച് മണ്ണെടുത്തു, ആ മണ്ണ് ഫുള്ളായിട്ട് നമ്മുടെ എംബാങ്ക്മെന്റ്സ് ഉണ്ടാക്കാനായിട്ട് തികയാണ്, പ്രോപ്പറായിട്ട് തികഞ്ഞ് നമ്മൾ കനാൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഡിഗ് ചെയ്ത മണ്ണ് ആ വോളിയം ഓഫ് എർത്ത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിക്വയർഡ് ഫോർ എംബാങ്ക്മെന്റ് കൺസ്ട്രക്ഷൻ. അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ ഡെപ്ത് അറ്റ് വിച്ച് വോളിയം ഓഫ് എർത്ത് ഒബ്റ്റെയിൻ ഫ്രം കട്ടിംഗ് ഈക്വൽ ടു വോളിയം ഓഫ് എർത്ത് നീഡഡ് ഫോർ എംബാങ്ക്മെന്റ് കൺസ്ട്രക്ഷൻ, അങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ ബാലൻസിങ് ഡെപ്ത് എന്ന് പറയും. നമ്മൾ ബാലൻസിങ് ഡെപ്ത് എന്ന് പറയുന്നത് ഈ ഒരു കേസിലാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് കൗണ്ടർ ബേം. എന്താണ് കൗണ്ടർ ബേം? നമ്മുടെ കനാല് ചിലപ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് നേരം റൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സാച്ചുറേഷൻ ഗ്രേഡിയന്റ് ലൈൻ ഉണ്ടാവും. അതായത് അതിൻ്റെ അടുത്തുള്ള ബാങ്കിലേക്കും നനവ് വന്ന് അതുപോലെ ഇവിടെ അടുത്തുള്ള സോയിലിലേക്കൊക്കെ ബാങ്ക് ശരിക്കും ഇത്രയേ ഉള്ളൂ, ഈ ഒരു ബാങ്ക് നോർമലി ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ കനാല് കുറച്ചു നേരം റൺ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ബാങ്ക്സ് കൊടുക്കുക. അപ്പൊ ഈ കനാല് കുറച്ചു നേരം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാച്ചുറേഷൻ ഗ്രേഡിയന്റ്, വെള്ളം ഇവിടെ ബാങ്ക്സും നനഞ്ഞ് പിന്നെ അടുത്തുള്ള സോയിൽ ഇങ്ങനെ നനഞ്ഞ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു കേസിൽ നമ്മൾ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യും, ഒരു കൗണ്ടർ ബേം നമ്മൾ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു സാച്ചുറേഷൻ ലൈൻ ഒരു 0.5 മീറ്റർ എങ്കിലും മണ്ണ് വെച്ച് മൂടിയിരിക്കണം. ഈ സാച്ചുറേഷൻ ലൈൻ, ഈ നല്ല അടുത്തുള്ള സോയിലൊക്കെ സാച്ചുറേറ്റഡ് ആയി ഈ കനാല് കുറെ നേരം റൺ ചെയ്യുമ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ലൈൻ, അതിനെ നമ്മൾ സാച്ചുറേഷൻ ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയാം. അതിന്റെ എബവ് ഒരു 0.5 മീറ്റർ, ഒരു 1/2 മീറ്റർ ഹൈറ്റിലെങ്കിലും എഗെയിൻ നമ്മൾ എന്തുണ്ടായിരിക്കണം, മണ്ണ് മൂടിയിട്ടിട്ടുണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൗണ്ടർ ബേംസ് കൊടുക്കുന്നത്. കൗണ്ടർ ബേം കൊടുക്കുക. അപ്പൊ ഇതാണ് കൗണ്ടർ ബേം എന്ന് പറഞ്ഞാൽ. കൗണ്ടർ ബേം ഇത് സാച്ചുറേഷൻ ഗ്രേഡിയന്റ് ലൈൻ 0.5 മീറ്റർ ഹൈറ്റിൽ എങ്കിലും നമ്മൾ മണ്ണ് മൂടിയിരിക്കണം ഈ ഒരു ഗ്രേഡിയന്റ് ലൈനിന്. അപ്പോൾ മിനിമം 1/2 മീറ്ററിലെങ്കിലും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കൗണ്ടർ ബേം എന്ന് പറഞ്ഞാൽ. Even after providing the usual embankment section of a bank, saturation gradient may cut the downstream side of the bank. In such a case, the saturation line should always be covered by 0.3 to 0.6 meter of earth. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതാണ് കൗണ്ടർ ബേംസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കനാൽ സെക്ഷൻ ആണെങ്കിൽ, കനാൽ സെക്ഷൻ ഇവിടെ നമ്മൾ ബാങ്ക് കൊടുത്തു, ഇത് ബേം, ഈ ഒരു പോർഷൻ ബേം ആണ്. ഇവിടെ നമ്മളൊരു റെഫറൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡെഡ് മാൻ എന്ന് പറയാ. ഡെഡ് മാൻ ഇതൊക്കെ റെഫറൻസിന് വേണ്ടിയുള്ള സ്ട്രക്ചറാണ്. അതുപോലെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുക്കും, ബെഡ് ബാർ എന്ന് പറയും. ബെഡ് ബാർ അങ്ങനെ ഒരു സ്ട്രക്ചർ, അതായത് നമ്മുടെ കനാലിന്റെ ലെവല് ചിലപ്പോൾ സിൽറ്റിംഗ് ഒക്കെ കാരണം മൂടിപ്പോയാലും കനാലിന്റെ ബെഡ് ലെവൽ ഏതാണെന്ന് മാർക്ക് ചെയ്യാനുള്ള ഒരു റെഫറൻസ് ആണ് ബെഡ് ബാർസ്. അതുപോലെ ഡെഡ് മാൻ.
ഇതിനെ സാറ്റി, മറ്റി എന്നൊക്കെ ഒരു പേരും കൂടി ഉണ്ട്. സാറ്റി, മറ്റി എന്നൊക്കെ ഒരു മട്ടി എം എന്നൊക്കെ ഒരു പേരെങ്കിലും കൂടെ ഈ ഡെഡ് മാനിനെ അറിയപ്പെടും. ഇതും റെഫറൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡെഡ് മാൻ ആൻഡ് ബെഡ് ബാർസ് റെഫറൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. അടുത്ത ടിപ്പിക്കൽ കനാൽ ക്രോസ് സെക്ഷൻ. ഒരു 3 ടൈപ്സിൽ നമ്മുടെ കനാൽസ് നമുക്ക് കാണാൻ കഴിയും. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കനാൽ ഇൻ ഫുൾ കട്ടിംഗ്, കനാൽ ഇൻ ഫുൾ ബാങ്കിങ്, കനാൽസ് ഇൻ പാർഷ്യൽ കട്ടിംഗ്. ഇതെന്താന്ന് നോക്കാം. കനാൽ ഇൻ ഫുൾ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈ കനാലിന്റെ ബെഡ് ലെവല് കംപ്ലീറ്റ്ലി ഗ്രൗണ്ട് ലെവലിന്റെ താഴെയാണ് വരിക. അതുപോലെ അതിന്റെ ഫുൾ സപ്ലൈ ലെവലും, ഈ കനാൽസിന്റെ ഫുൾ സപ്ലൈ ലെവലും ബെഡ് ലെവലും ഗ്രൗണ്ട് ലെവലിന്റെ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ കനാൽസ് ഇൻ ഫുൾ കട്ടിംഗ് എന്ന് പറയും. ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ഈ ഒരു ഗ്രൗണ്ട് ലെവലിന് താഴെയാണ് ഇതിന്റെ ബെഡ് ലെവൽ നിൽക്കുന്നതും അതിന്റെ FSL നിൽക്കുന്നതെങ്കിൽ അതിനെ കനാൽ ഇൻ ഫുൾ കട്ടിംഗ് എന്ന് വിളിക്കും. പിന്നീട് കനാൽ ഇൻ ഫുൾ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിന്റെ എബവ് ആണ് അതിന്റെ ബെഡ് ലെവലും അതിന്റെ FSLും ഫുൾ സപ്ലൈ ലെവല് കനാലിന്റെ നിൽക്കുന്നതെങ്കിൽ അതിനെ ഇതുപോലെ, ഇത് അതിന്റെ ഗ്രൗണ്ട് ലെവലാണ്. ഇതിന്റെ ഗ്രൗണ്ട് ലെവലാണ്. അതിന്റെ മുകളിലായിട്ടാണ് ഈ ഒരു കനാലിന്റെ ഫുൾ സപ്ലൈ ലെവൽ നിൽക്കുന്നതും അതിന്റെ ബെഡ് ലെവൽ നിൽക്കുന്നതും എങ്കിൽ അതിനെ കനാൽസ് ഇൻ ഫുൾ ബാങ്കിങ് എന്നാണ് വിളിക്കുക. ഇനി പാർഷ്യൽ കട്ടിംഗ് എന്താന്ന് നോക്കാം. അത് ഇതുപോലത്തെ കനാൽസ് ആണ്. അതിന്റെ ഗ്രൗണ്ട് ലെവൽ ഇതാണ്. ഗ്രൗണ്ട് ലെവലിന്റെ ഫുൾ സപ്ലൈ ലെവല് ഗ്രൗണ്ട് ലെവലിന്റെ എബവ് ആയിരിക്കും, പക്ഷേ ബെഡ് ലെവല് ഗ്രൗണ്ട് ലെവലിന്റെ ബിലോ ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ അങ്ങനെയുള്ള കനാൽസിനെ നമ്മൾ വിളിക്കും കനാൽസ് ഇൻ പാർഷ്യൽ കട്ടിംഗ്. ഇത് ഈസിയാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തിലേക്ക് മൂവ് ചെയ്യാം. കനാൽ ലൈനിങ്സ്. എന്താണ് കനാൽ ലൈനിങ്സ്? 2 രീതിയിലുണ്ട്. ടെമ്പററി ലൈനിങ്സ് ഉണ്ട്, പെർമനന്റ് ലൈനിങ്സ് ഉണ്ട്. ടെമ്പററി ലൈനിങ്സിൽ വരുന്നതാണ് ഷോർട്ട്ക്രീറ്റ്, ആസ്ഫാൾട്ട്, സോഡിയം കാർബണേറ്റ്. ഷോർട്ട്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1:4 റേഷ്യോയില് സിമെന്റ് പ്ലസ് സാൻഡ് ആണ്. ഷോർട്ട്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ 1:4 റേഷ്യോയില് സിമെന്റും സാൻഡും ആണ്. ആസ്ഫാൾട്ട് എന്ന് പറഞ്ഞാൽ സാൻഡ്, ഗ്രാവൽ, ആസ്ഫാൾട്ട്, സിമെന്റ്. സാൻഡ്, ഗ്രാവൽ, ആസ്ഫാൾട്ട്, സിമെന്റിന്റെ കോമ്പിനേഷൻ ആണ്. സാൻഡ്, ഗ്രാവൽ, ആസ്ഫാൾട്ട്, സിമെന്റിന്റെ കോമ്പിനേഷൻ ആണ് ആസ്ഫാൾട്ട് കനാൽ ലൈനിങ്. അതുപോലെ സോഡിയം കാർബണേറ്റ് കനാൽ ലൈനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10% clay and 7% sodium carbonate. ഇതാണ് സോഡിയം കാർബണേറ്റ് കനാൽ ലൈനിങ്. ഇത് 3ഉം ടെമ്പററി ലൈനിങ്സ് ആണ്. ഇനി പെർമനന്റ് ലൈനിങ്സ് ആണ് സിമെന്റ് കോൺക്രീറ്റ്, സിമെന്റ് മോട്ടാർ, ബ്രിക്ക് മേസൺറി, സ്റ്റോൺ മേസൺറി. സിമെന്റ് കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ കനാൽസ് ഉണ്ടാക്കുന്നത്, അതുപോലെ മോട്ടാർ. ഇനി കോൺക്രീറ്റ് അല്ല, വെറുതെ സിമെന്റും സാൻഡും വെച്ചിട്ട് നമ്മൾ സിമെന്റ് മോട്ടാർ വെച്ചിട്ട് ലൈനിങ് കൊടുക്കണമെങ്കിൽ അതിനെ കനാൽ ലൈനിങ്ങിനെ പെർമനന്റ് എന്ന് വിളിക്കും. അതുപോലെ ബ്രിക്ക് മേസൺറി, നമ്മൾ ബ്രിക്സ് പണിതിട്ടാണ് കനാലിന് ലൈനിങ് കൊടുക്കുന്നതെങ്കിൽ അതിനെ ബ്രിക്ക് മേസൺറി, അല്ലെങ്കിൽ ഇനി സ്റ്റോൺസ് വെച്ചാണ് നമ്മൾ അതിന്റെ കനാലിന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോൺ മേസൺറി എന്നും വിളിക്കും. അത്രയാണ് നമ്മൾ പെർമനന്റ് ആൻഡ് ടെമ്പററി കനാൽ ലൈനിങ്സ്. ഇനി കനാൽ ഡിസൈൻ എന്നൊരു പോർഷനിലേക്ക് നോക്കാം. കനാൽ ഡിസൈൻ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻലി കെനഡീസ് തിയറി ആൻഡ് ലേസീസ് തിയറി ആണ്. കെനഡീസ് ആൻഡ് ലേസീസ് തിയറി. ലേസീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം കെനഡീസ് നോക്കാം. അതിന്റെ കുറച്ച് ഡ്രോബാക്സ് കാര്യങ്ങളൊക്കെ നോക്കാം. അതുകൊണ്ട് ഉണ്ടായതാണ് പിന്നീട് ലേസീസ് തിയറി. കെനഡീസിന്റെ മോർ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ലേസീസ് തിയറി എന്ന് പറഞ്ഞാൽ. ഇനി ഡിസൈൻ ഓഫ് റെജീം ചാനൽ. ആദ്യം തന്നെ ഇത് പറയുമ്പോൾ എന്താണ് ഒരു റെജീം ചാനൽ നമുക്ക് നോക്കാം. എ സ്ട്രീം ചാനൽ ഈസ് സെഡ് ടു ബി റെജീം. എന്താണ് റെജീം ചാനൽ എന്ന് നമുക്ക് നോക്കാം. എ സ്ട്രീം ഈസ് സെഡ് ടു ബി റെജീം ഇഫ് ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടിംഗ് വാട്ടർ ആൻഡ് സെഡിമെന്റ് ഇൻ ഈക്വിലിബ്രിയം സച്ച് ദാറ്റ് ദർ ഇസ് നെയ്തർ സ്കോർ ഓഫ് ദ ചാനൽ ബെഡ് ആൻഡ് ബാങ്ക്സ് നോർ സെഡിമെന്റ് ഡെപ്പോസിഷൻ ഇൻ ദ ചാനൽ. അപ്പോൾ ഈ കനാൽസിന്റെ ഡിസൈൻ നമ്മൾ പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് വരുന്നതാണ് സ്കോറിങ്ങും സിൽറ്റിങ്ങും. ഒരു കനാലിന് സ്കോറിങ്ങും സിൽറ്റിങ്ങും ഉണ്ടാവാതെ നോക്കലാണ് അതിന്റെ ഡിസൈനിലെ മെയിൻ പർപ്പസ്. സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ കനാലിന്റെ സൈഡ്സും ബെഡ് സ്ലോപ്പും ഇങ്ങനെ
വാട്ടറും അതിൻ്റെ വാട്ടറിലൂടെ സെഡിമെന്റ്സും കുറച്ച് സാൻഡ് പാർട്ടിക്കിൾസും സോയിൽ പാർട്ടിക്കിൾസും ഒഴുകി സ്കോറിങ് സംഭവിക്കുക. അതിന്റെ സൈഡ്സും ബെഡ്സും ഒരു തേയ്മാനം എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ സ്കോറിംഗ് എന്ന് പറയുന്നത്. സിൽറ്റിംഗ് എന്ന് പറഞ്ഞാലോ അതിൽ പോകുന്ന വെള്ളത്തിൽ എന്തുണ്ടാകും, സെഡിമെന്റ്സ് ഉണ്ടാകും. അത് ഇങ്ങനെ ഡെപ്പോസിറ്റ് ആവുന്നതിനാണ് നമ്മൾ സിൽറ്റിംഗ് എന്ന് പറയുക. അപ്പൊ ഈ രണ്ട് ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കോറിങ്ങും സിൽറ്റിങ്ങും എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ഈ സ്കോറിംഗ് ആൻഡ് സിൽറ്റിംഗ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈനിൽ ശ്രദ്ധിക്കുക. റെജീം ചാനൽസ് വാട്ടറിനെ കൊണ്ടുപോകുന്ന ദാറ്റ് ഈസ് സ്കോറിങ്ങും സിൽറ്റിങ്ങും സംഭവിക്കാതെ ആ ഒരു സെഡിമെന്റ് ഡെപ്പോസിഷനും പിന്നെ ചാനൽ ബെഡ്സും സൈഡ്സ് ഒക്കെ സ്കോറിങ് നടക്കാതെയും വാട്ടറിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അങ്ങനെയുള്ള കനാൽസിനെയാണ് നമ്മൾ റെജീം കനാൽസ് എന്ന് പറയാം. അതിൽ 2 മെത്തേഡ്സ് ഉണ്ട് ഡിസൈനിന്. കെനഡീസ് തിയറിയും ഇപ്പൊ പറഞ്ഞ പോലെ ലേസീസ് തിയറിയും. അതിൽ ആദ്യം നമുക്ക് കെനഡീസ് തിയറി നോക്കാം. കെനഡീസിന്റെ കുറച്ച് അസംഷൻ അല്ലെങ്കിൽ കെനഡി തിയറിയിൽ എന്താ പറയുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു കെനഡി, eddies are generated due to friction between water and channel surface. അതായത് നമ്മുടെ കനാൽ സർഫസിൽ എഡീസ് ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ, ഇതിൽ ഒഴുകുന്ന വെള്ളവും ചാനലിന്റെ സർഫസും കാരണം ഇങ്ങനെ ഒരു സ്പൈറൽ, വാട്ടർ ഒരു സ്പൈറൽ ആവുന്ന രീതി, അതിനെയാണ് നമ്മൾ എഡീസ് എന്ന് പറയുക. അപ്പോൾ എഡീസ് ജനറേറ്റ് ആവും എന്നാണ് പറയുന്നത് കെനഡി. സിൽ സപ്പോർട്ടിംഗ് പവർ ഓഫ് എ ചാനൽ ഡിപ്പെൻഡ്സ് ഓൺ എഡീസ് ജനറേറ്റഡ് ഫ്രം ദ ബെഡ് ഓഫ് ദ ചാനൽ. The vertical component of eddies keeps sediment in suspension while weight of eddies tries to bring it down. Hence, sediment remains in suspension. Sorry, weight of eddies alla, weight of sediment. ഒരു ചാനലിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് കെനഡി പറയുന്നത്. ഇതുപോലെ വെള്ളം ഒഴുകുമ്പോൾ ചാനൽ സർഫസും വെള്ളവും തമ്മിൽ ഒരു ഫ്രിക്ഷൻ കാരണം ഇതുപോലെ എഡീസ് ഉണ്ടാവും എന്ന് പറയുന്നു. പിന്നീട് ഈ ഉണ്ടാകുന്ന എഡീസ് കാരണമാണ് നമ്മുടെ സെഡിമെന്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ സസ്പെൻഷനിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെ താഴെ സെറ്റിൽ ആവാതെ, ഈ ഒരു താഴ്ഭാഗത്ത് സെറ്റിൽ ആവാതെ ഇതുപോലെ സസ്പെൻഷനിൽ നിർത്താൻ ഈ എഡീസ് ഹെൽപ്പ് ചെയ്യുന്നതാണ് കെനഡി പറയുന്നത്. അതുപോലെ ഇതിന്റെ വെയിറ്റ്, സെഡിമെന്റിന്റെ വെയിറ്റ്, താഴേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റും എഡ്ഡിയുടെ ഈ ഒരു ആക്ഷൻ, അതിനെ ഇങ്ങനെ സസ്പെൻഷനിൽ നിർത്താനുള്ള ആക്ഷൻ, അതുകൊണ്ട് എന്താ പറയുന്നത്, ഈ സിൽറ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ സസ്പെൻഷനിൽ നിൽക്കും. അല്ലെങ്കിൽ അതൊരു റെജീം കണ്ടീഷനിൽ, നോ സ്കോറിംഗ് നോ സിൽറ്റിംഗ് കണ്ടീഷനിൽ നിന്നോളും എന്നാണ് കെന്നഡി പറയുന്നത്. അപ്പം എഡീസ് ജനറേറ്റഡ് ഫ്രം സൈഡ്സ് വെർ നെഗ്ലക്റ്റഡ്. ഇവിടെ എഡീസ് സൈഡിൽ വാട്ടറും ഫ്രിക്ഷനും കാരണം ഇവിടെ സൈഡ്സിൽ ഉണ്ടാവുന്ന എഡീസ് നെഗ്ലക്ട് ചെയ്യുകയാണ്. കെനഡി ഇൻട്രൊഡ്യൂസ് ദ ടേം ക്രിട്ടിക്കൽ വെലോസിറ്റി V0 എന്നൊരു ടേം കെനഡി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് വിൽ കീപ് ദ ചാനൽ ഫ്രീ ഫ്രം സിൽറ്റിംഗ് ആൻഡ് സ്കോറിംഗ്. അത് കെനഡി ക്രിട്ടിക്കൽ വെലോസിറ്റി V0 ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്തിനാണ്, ആ ഒരു വെലോസിറ്റിയിൽ വെള്ളം ചാനലിൽ ഒഴുകുകയാണെങ്കിൽ ദർ വിൽ ബി നോ സിൽറ്റിംഗ്, സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യുകയില്ല. അതുപോലെ സ്കോറിംഗ്, ചാനലിന്റെ ബെഡും അതുപോലെ സൈഡ്സും സ്കോറിംഗ് സംഭവിക്കില്ല. അതിന് വേണ്ടിയിട്ട് ആണ് ക്രിട്ടിക്കൽ വെലോസിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. V0 = 0.55 my 0.55 my whole raised to 0.64. അതിൽ y എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫ്ലോ, മീറ്ററിലെ ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്, മീറ്റർ ഇൻ മീറ്റർ. അതുപോലെ m എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് സോയിൽ അനുസരിച്ചാണ് എമ്മിന്റെ വാല്യൂ. ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും കോഴ്സ് സോയിലിന്, ദാറ്റ് ഈസ് ബിറ്റ്വീൻ 1 to 1.2. അതുപോലെ m ലെസ് ദാൻ 1 ആയിരിക്കും ഫോർ ഫൈൻ സോയിൽ. 0.7 to 1 വരെ ആയിരിക്കും അതിന്റെ വാല്യൂ പോയിന്റ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കെനഡീസ് ഇക്വേഷൻ ഫോർ ക്രിട്ടിക്കൽ വെലോസിറ്റി V0. ആ ഒരു വെലോസിറ്റിയിൽ ചാനലിൽ വാട്ടർ ഒഴിക്കിയാൽ ദർ വിൽ ബി നോ സിൽറ്റിംഗ് ആൻഡ് നോ സ്കോറിംഗ് എന്നാണ് കെനഡി പറഞ്ഞത്. V0 = 0.55 my whole raised to 0.64. Y means depth of flow ആണ് in meter. V0 critical velocity meter per second-ലാണെന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി ഡിസൈൻ സ്റ്റെപ്സ് ഓഫ് കെനഡി. ഇങ്ങനെ ആസ് എ ഹോൾ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മളോട് പറയില്ല.
കൺവെൻഷനലിൽ മാത്രമേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പോൾ പക്ഷേ ഇതിനകത്ത് ഉള്ള ഫോർമുലാസ്, ഡിസൈൻ സ്റ്റെപ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന പല ഫോർമുലാസും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇത് ആ ഒരു സ്റ്റെപ്സ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, പക്ഷേ അതിൽ വരുന്ന ഫോർമുലാസ് ഓർത്തിരിക്കുക. ഡിസൈൻ സ്റ്റെപ്സിന് ആദ്യം നമ്മൾ, ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ട്രയൽ ഡെപ്ത് അസ്യൂം ചെയ്യാണ്. തന്നിരിക്കുന്ന ഡിസ്ചാർജിന്, ഇപ്പോൾ ഒരു കനാലിന് എത്ര ഡിസ്ചാർജ് ഏകദേശം വരുന്ന തന്നിരിക്കുന്ന ഡിസ്ചാർജിന് നമ്മളൊരു ട്രയൽ ഡെപ്ത് അസ്യൂം ചെയ്യും. പിന്നീട് ക്രിട്ടിക്കൽ വെലോസിറ്റി നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കും. V0 = 0.55 m/(0.64) എന്ന് വെച്ചിട്ട് ക്രിട്ടിക്കൽ വെലോസിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യും. ക്രിട്ടിക്കൽ വെലോസിറ്റി. പിന്നീട് നമ്മൾ ഏരിയ ഓഫ് ദ ചാനൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. A = discharge by V0. ആദ്യം നമ്മൾ ഡിസ്ചാർജ് നമുക്ക് അറിയായിരിക്കും. അപ്പോൾ V0 ഇപ്പം നമുക്ക് കിട്ടി, ക്രിട്ടിക്കൽ വെലോസിറ്റി. അതിൽ നിന്ന് ഏരിയ ഓഫ് ദ ചാനൽ നമുക്ക് കിട്ടും. ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ക്രിട്ടിക്കൽ വെലോസിറ്റി ചെയ്യുമ്പോൾ, നമുക്ക് ഏരിയ കിട്ടും. ഇനി അസ്യൂമിങ് ദ ചാനൽ ടു ബി ട്രപ്പസോയിഡൽ ആൻഡ് സൈഡ് സ്ലോപ്പ് ആസ് ഹാഫ് ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ നമ്മൾ അസ്യൂം ചെയ്തിട്ട് എഗെയിൻ ഏരിയ നമ്മൾ ഇതിനൊരു ട്രപ്പസോയിഡൽ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രെഡ്ത്ത് B ആണ്, Y ഇതിൻ്റെ റെക്ടാങ്കുലർ പോർഷൻ്റെ വിഡ്ത്ത് ആണ് Y, ഈ ഒരു ഭാഗം Y ആണ്, ഇതിന് നമ്മൾ y/2 ആയിട്ട് എടുത്ത് ഈ രണ്ട് പോർഷൻ. അങ്ങനെ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ആദ്യം റെക്ടാങ്കുലർ പോർഷൻ്റെ ഏരിയ B × y പ്ലസ് 2 ഇൻറ്റു ഇതിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു y/2 ഇൻറ്റു y ആണ് ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ്റെ ഏരിയ. ഈ ട്രയാങ്കുലർ പോർഷൻ 2 ഉണ്ടായതുകൊണ്ട് അതിന് 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു y/2 ഇൻറ്റു y എന്ന് നമുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും. by + y²/2. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഏരിയ ട്രപ്പസോയിഡൽ ആണ് അസ്യൂം ചെയ്തിട്ട് കനാലിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? B. We can find B from equation 1 and 2. അതായത് ഏരിയ അറിയാം. അപ്പോൾ ഏരിയ അറിയാം ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന്. അപ്പോൾ നമുക്ക് B കണ്ടുപിടിക്കാൻ പറ്റും. ഈ B കണ്ടുപിടിക്കാൻ പറ്റും, ചാനലിൻ്റെ B കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് വെറ്റഡ് പെരിമീറ്റർ കാണാനുണ്ട്. വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ എത്രയാണ് നമുക്ക് വെറ്റഡ് പെരിമീറ്റർ വരുന്നതെന്ന് കണ്ടുപിടിക്കണം. വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ B + 2 ഇൻറ്റു ഈ ഒരു ഏരിയ, ഈ ഒരു പോർഷൻ നമുക്ക് y², സ്ക്വയർ റൂട്ട് ഓഫ് y² പ്ലസ് y/2 ദ ഹോൾ സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് y² പ്ലസ് y/2 ദ ഹോൾ സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് ആ ഒരു ഏരിയ. അപ്പോൾ നമുക്ക് ഈ ഒരു വെറ്റഡ് പെരിമീറ്റർ കിട്ടും. B + y√5 എന്ന് അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാവുന്നതാണ്. അങ്ങനെ വെറ്റഡ് പെരിമീറ്റർ കണ്ടുപിടിച്ചു. പിന്നീട് ഹൈഡ്രോളിക് റേഡിയസ്, ഈ ഒരു ഫോർമുലയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോളിക് റേഡിയസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ് ഹൈഡ്രോളിക് റേഡിയസ്. അപ്പോൾ ഈ ഒരു ഫോർമുലയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഓർഡർ സ്റ്റെപ്സ് അങ്ങനെ അത്യാവശ്യം ഇല്ല, ഓർത്ത് വെക്കണമെന്ന്. അപ്പോൾ ഹൈഡ്രോളിക് റേഡിയസ് പിന്നീട് ഫൈൻഡ് ചെയ്യും. പിന്നീട് ആക്ച്വൽ മീൻ വെലോസിറ്റി, അതിന് വേണ്ടിയിട്ട് കെന്നഡി ഒരു ഇക്വേഷൻ തന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ചെസീസ് ഇക്വേഷനും മാനിങ്സ് ഇക്വേഷനും ആണ് യൂസ് ചെയ്യുക. ആക്ച്വൽ മീൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെസീസ് ഇക്വേഷനും മാനിങ്സ് ഇക്വേഷനും. മാനിങ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V = 1/n r⁻²/3 and s⁻². ഇത് ഓർത്തിരിക്കുക. 1/n r⁻²/3 s⁻²/2 ആണ് മാനിങ്സ് ഇക്വേഷൻ. ഇനി ചെസീസ് ഫോർമുല എന്ന് പറഞ്ഞാൽ V = c√s ആണ് ചെസീസ് ഫോർമുല. ഇനി ചെസീസ് കോഎഫിഷ്യന്റ് ഓർ കുട്ടേഴ്സ് വെലോസിറ്റി കോഎഫിഷ്യന്റ്. ഈ ചെസീസ് കോഎഫിഷ്യന്റ് C നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കുട്ടേഴ്സ് ഫോർമുലയിൽ നിന്നാണ് C കണ്ടുപിടിക്കുക. 23 + 0.0015/s + 1/n/1 + 23 + 0.00155/s × n/√r. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ചെസീസ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത്. വേറെ N is കുട്ടേഴ്സ് റഗോസിറ്റി കോഎഫിഷ്യന്റ്.
ഇനി സ്റ്റെപ്പ് 6 എന്ന് പറഞ്ഞാൽ if the actual mean velocity calculated in step 5 is equal to critical flow velocity. നമ്മൾ ആദ്യം ഒരു critical flow velocity കണ്ടുപിടിച്ചിരുന്നു. V0 equal to 0.55 my whole raised to 0.64 എന്നുള്ള കെനഡീസ് ഫോർമുല വെച്ചിട്ട് നമ്മളൊരു ആക്ച്വൽ ഒരു critical flow velocity കണ്ടുപിടിച്ചിരുന്നു. അതിനോട് ഇപ്പം നമ്മൾ ഫൈൻഡ് ചെയ്ത ഈ ഇക്വേഷൻസ് വെച്ച് ഫൈൻഡ് ചെയ്ത മാനിങ്സ് ഓർ ചെസീസ് ഇക്വേഷൻ വെച്ച് ഫൈൻഡ് ചെയ്ത് ആക്ച്വൽ മീൻ വെലോസിറ്റി ഈക്വൽ ആവുകയാണെങ്കിൽ then our design is correct. അല്ലെങ്കിൽ we should assume a new trial depth y until and we should continue the calculation until v equal to v0. Critical velocity equal to actual mean velocity നോട് ഈക്വൽ ആവുന്നത് വരെ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്, കെനഡീസ് മെത്തേഡ്. ഇതിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന MCQ നോക്കാം. If v equal to velocity in meter per second and v equal to velocity in meter per second, n is friction factor, r is hydraulic radius, s is slope of energy gradient, then Manning's equation for design of sievers. അതിപ്പോൾ നമ്മൾ നോക്കിയതേ ഉള്ളൂ. Manning's equation എന്ന് പറഞ്ഞാൽ v equal to 1 by n r raised to 2 by 3 into s raised to 1 by 2. അതപ്പോൾ ഓർത്തിരിക്കണം, ക്വസ്റ്റ്യൻസ് ഈ ഒരു രീതിയിലാണ് വരിക. ആ ഒരു ഡിസൈൻ സ്റ്റെപ്സിൽ നിന്നൊക്കെ. ദ ഡയമെൻഷൻ ഓഫ് ചെസ്സീസ് സി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡയമെൻഷൻ ഓഫ് ചെസ്സീസ് സി എന്താണെന്നുള്ളതാണ്. വി ഈക്വൽ ടു സി റൂട്ട് ആർ എസ് ആണ് ആക്ച്വൽ മീൻ വെലോസിറ്റി ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ചെസ്സീസ് ഫോർമുല. ഓക്കെ, അപ്പം വെലോസിറ്റീനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ചെസ്സിയുടെ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സിയുടെ ഡയമെൻഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റൂട്ട് ആർ ഹൈഡ്രോളിക് റേഡിയസ് ആണ് ഇൻ മീറ്റർ, സ്ലോപ്പിന് യൂണിറ്റ് ഇല്ല. അപ്പം നമുക്കിതിനെ എം ബൈ എസ് ഈക്വൽ ടു സി ഇൻറ്റു എം റേസ് ടു 1/2 എന്ന് എഴുതാം. അത് ഈ സൈഡിലേക്ക് വരുമ്പോൾ എം ബൈ എം റേസ് ടു 1/2 ഇൻറ്റു സെക്കൻഡ്. അപ്പോൾ എഗെയിൻ എം റേസ് ടു 1/2 ബൈ സെക്കൻഡ് എന്നാവും. പിന്നീട് നമുക്ക് ഡയമെൻഷനിലേക്ക് മാറ്റുമ്പോൾ എൽ റേസ് ടു 1/2 ബൈ ഇവിടെ ടീനെ ടി സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ഇത് രണ്ടും സെയിം തന്നെ, ടി തന്നെയാണ്. എൽ റേസ് ടു 1/2 ബൈ ടി എന്നോ അല്ലെങ്കിൽ ഇതിനെ ടി സ്ക്വയർ റേസ് ടു 1/2. അപ്പോൾ ഇതാകും ഇതിൻ്റെ ആൻസർ. എൽ ബൈ ടി സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എന്ന് അതിനെ എഴുതാൻ പറ്റും. ഡയമെൻഷൻ ഓഫ് ചെസ് ഈസ് സി. ഇനി കെനഡി in his silt theory assumed that the silt is kept in suspension due to eddies generated from bed only. അതാണ് അതിൻ്റെ ആൻസർ, ബെഡ് ഓൺലി. കെനഡി പറഞ്ഞത് ബെഡ്സിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന എഡീസ്, കനാൽ സെക്ഷനിൽ ബെഡ്സിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന എഡീസ് ആണ് ആ ഒരു സിൽറ്റിനെ സസ്പെൻഷനിൽ നിർത്തുന്നത്, അല്ലെങ്കിൽ സിൽറ്റ് ക്യാരിങ് പവർ അതിനാണുള്ളതെന്നാണ് പറയുന്നത്. സൈഡ്സിൽ നിന്ന് ഉണ്ടാകുന്ന എഡീസിന് സിൽറ്റ് ക്യാരിങ് പവർ ഇല്ല എന്നുമാണ് കെനഡി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഡ്രോബാക്സ് ഓഫ് കെനഡീസ് തിയറി. ഇൻ റിയൽ കേസ് എഡീസ് ആർ ജനറേറ്റഡ് ഫ്രം ദ സൈഡ്സ് ഓഫ് ദ ചാനൽ. ഇനി നമ്മുടെ റിയൽ കേസ് പറയുവാണെങ്കിൽ എഡീസ് എവിടെ നിന്നാണ് ജനറേറ്റ് ആവുന്നത്? ഫ്രം ദ സൈഡ് ഓഫ് ദ ചാനലാണ്. പക്ഷേ വെള്ളം ഒഴുകുമ്പോൾ ഫ്രം ബെഡ് സ്ലോപ്പ് ഫ്രം ദ ബെഡാണ് എഡീസ് ഉണ്ടാവുന്നതെന്ന് കെനഡി പറഞ്ഞു. പക്ഷെ റിയൽ കേസിൽ എഡീസ് ആർ ജനറേറ്റഡ് ഫ്രം sides of the channel. This theory involves trial and error methods which is time consuming. അതിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു, ടൈം കൺസ്യൂമിങ്. പിന്നെ റിയൽ കേസിൽ eddies are generated from sides of channel. പിന്നെ Cotter's equation is used to find mean velocity. അതിപ്പോൾ നമ്മൾ കണ്ടു, Cotter's equation നമ്മൾ mean velocity of flow കാണാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. Hence limitations, Cotter's equation എന്തെല്ലാം limitations ഉണ്ടോ അതെല്ലാം കെനഡീസ് തിയറിയിൽ ഇൻകോർപ്പറേറ്റഡ് ആണ്. പിന്നെ silt concentration and silt grade is not considered. ഇവിടെ സിൽറ്റിൻ്റെ കോൺസെൻട്രേഷനോ സിൽറ്റിൻ്റെ ആ ഒരു ഗ്രേഡ്, സിൽറ്റ് വരുന്ന അതിൻ്റെ ആ ഒരു ഗ്രേഡിങ്ങോ ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഈ തിയറി ഇസ് നോട്ട് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ്. വാല്യൂ ഓഫ് എം ഇറ്റ് ഇസ് ഡിസൈഡഡ് ആർബിട്രറിലി വിതൗട്ട് ഗിവിംഗ് എനി പ്രോപ്പർ റിലേഷൻ. V0 ഈക്വൽ ടു 0.55 m y ഹോൾ റേസ് ടു 0.64 ആണ്. അതിൽ എം നമ്മൾ പറഞ്ഞു ഗ്രേറ്റർ ദാൻ 1 ഫോർ കോഴ്സ് സോയിൽ, ലെസ് ദാൻ 1 ഫോർ ഫൈൻ സോയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രോപ്പർ ഇക്വേഷൻസ് ഒന്നുമില്ല, ആർബിട്രറിലി ആണ് അത് ഫൈൻഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. ദർ ഈസ് നോ ഇക്വേഷൻ ഫോർ ബെഡ് സ്ലോപ്പ് ഓർ B/D റേഷ്യോ വിതൗട്ട് വിച്ച് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഒബ്റ്റെയിൻ എ യൂണീക് സെക്ഷൻ.
അതുപോലെ ബെഡ് സ്ലോപ്പിന് ഇവിടെ ഒരു ഇക്വേഷൻ കെനഡി തരുന്നില്ല. ബെഡ് സ്ലോപ്പ്, ടു ഫൈൻഡ് ബെഡ് സ്ലോപ്പ്. Okay, a lot of mathematical calculation are required in the design of irrigation channel by Kennedy's method. To avoid this, നമ്മളൊരു graphical solution of Kennedy's and Cotter's equation was given by Garrett, known as Garrett's diagram. ഈ ഒരു Garrett's equation ജസ്റ്റ് അറിഞ്ഞിരിക്കുക. Garrett's diagram അല്ലെങ്കിൽ Garrett's equation നമ്മൾ ഉപയോഗിക്കുന്നത് it's a graphical solution of Kennedy's and Cotter's equation. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് കെനഡീസ് ആൻഡ് കൊട്ടേഴ്സ് ഇക്വേഷന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഗാരറ്റ് അല്ലെങ്കിൽ ഗാരറ്റ്സ് ഡയഗ്രാം. നെക്സ്റ്റ് പോർഷൻ ലേസീസ് തിയറി. ലേസീസ് തിയറിയാണ് ഇനി നോക്കാനുള്ളത്. ലേസി ക്യാരിഡ് ഔട്ട് എക്സ്റ്റെൻസീവ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദ ഡിസൈൻ ഓഫ് ചാനൽ ഇൻ അലൂവിയം സോയിലിൽ ചാനൽസ് ഡിസൈൻ ചെയ്യാനായിട്ട് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ലേസി ക്യാരി ഔട്ട് ചെയ്തു. പിന്നെ ഹി ഫൗണ്ട് ദാറ്റ് ഈവൻ ഇഫ് എ ചാനൽ ഷോസ് നോ സിൽട്ടിങ് ആൻഡ് സ്കോറിംഗ് ഇറ്റ് മേ നോട്ട് ബി ഇൻ റെജീം കണ്ടീഷൻ. ആക്ച്വലി ഇൻ റിയൽ കേസിൽ ലേസി എന്താ ഫൗണ്ട് ചെയ്തത്, ഇനി സിൽട്ടിങ്ങും സ്കോറിങ്ങും നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ തന്നെ അവിടെ ഒരു ചാനൽ റെജീം കണ്ടീഷനിലായിരിക്കില്ല എന്നാണ് ലെസി പറഞ്ഞത്. അതുകൊണ്ട് ഹി ബ്രോട്ട് അപ്പ് 3 regime conditions, which is true regime condition, true regime, initial regime, final regime. ഇങ്ങനെ ഒരു 3 സ്റ്റേറ്റ്സിലായിരിക്കും കനാൽസ് ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് 3 regime conditions ഡിഫൈൻ ചെയ്തു ലേസി. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. True regime condition. According to Lacy, the channel should satisfy following conditions to be in true regime. True regime conditionൽ എന്തെല്ലാം ആവശ്യമുണ്ട്? ട്രൂ regime conditionൽ കനാൽ ഡിസ്ചാർജ് Q should be constant, അതുപോലെ യൂണിഫോം ഫ്ലോ ഉണ്ടായിരിക്കണം. Q should be constant, uniform flow. ഒരു ചാനൽ ടു ബി ഇൻ ട്രൂ regime എന്ന് പറഞ്ഞാൽ അവിടെ കനാൽ ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആയി നിൽക്കണം. അതുപോലെ എപ്പോഴും ഒരു യൂണിഫോം ഫ്ലോ ഉണ്ടായിരിക്കണം. അതുപോലെ ദ ചാനൽ ഷുഡ് ഫ്ലോ ത്രൂ ഇൻകൊഹറന്റ് അലൂവിയം സോയിൽ. അതുപോലെ ചാനൽ ഇൻകൊഹറന്റ് അലൂവിയം സോയിലിലൂടെ ഫ്ലോ ചെയ്യണം എന്നുള്ളതും ഒരു കണ്ടീഷനാണ്. ട്രൂ റെജീമിൽ കനാൽ നിൽക്കാനുള്ള കണ്ടീഷനാണ് ചാനൽ ഷുഡ് ഫ്ലോ ത്രൂ ഇൻകൊഹറന്റ് അലൂവിയം സോയിൽ. ഇൻകൊഹറന്റ് അലൂവിയം സോയിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാനുലാർ ടൈപ്പ് ഓഫ് സോയിലാണ് where it can be easily deposited and this sediment which can be scored as easily as it can be deposited. Sorry, അപ്പോൾ എന്താണ് ഇൻകൊഹറന്റ് അലൂവിയം സോയിൽ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക തരം ഗ്രാനുലാർ സോയിലാണ് which can be scored as easily as it can be deposited. അതിനെ ഈസിലി ഡെപ്പോസിറ്റ് ചെയ്യാനും കഴിയും, ഈസിലി നമുക്ക് സ്കോർ ചെയ്യാനും കഴിയും എന്നുള്ളതാണ് ആ ഒരു ഇൻകൊഹറന്റ് അലൂവിയം സോയിലിന്റെ പ്രത്യേകത. ആൻഡ് ദിസ് സെഡിമെന്റ് ഷുഡ് ബി ഓഫ് ദ സെയിം ഗ്രേഡ് ആസ് ഇസ് ട്രാൻസ്പോർട്ടഡ്. പിന്നെ സിൽട്ട് ഗ്രേഡ് ഷുഡ് ബി കോൺസ്റ്റന്റ്. സിൽട്ട് ക്യാരി ചെയ്യുന്ന ആ ഒരു ഗ്രേഡിംഗ് രീതി അത് കോൺസ്റ്റന്റ് ആയിരിക്കണം. സിൽട്ട് ചാർജ്, അതായത് മിനിമം ട്രാൻസ്പോർട്ട് ലോഡ്, ഈ വെള്ളം കൊണ്ടുപോകുന്ന മിനിമം ട്രാൻസ്പോർട്ട് ലോഡ് അത് തന്നെയാണ് നമ്മൾ സിൽട്ട് ചാർജ് എന്ന് പറയുന്നത്, അതും കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും Q കോൺസ്റ്റന്റ് ആവണം, യൂണിഫോം ഫ്ലോ ഉണ്ടായിരിക്കണം, യൂണിഫോം ഫ്ലോ, സിൽട്ട് ചാർജ്, സിൽട്ട് ഗ്രേഡ് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. സിൽട്ട് ചാർജ്, സിൽട്ട് ഗ്രേഡ്. സിൽട്ട് ചാർജ് മീൻസ് മിനിമം ട്രാൻസ്പോർട്ട് ലോഡ് സിൽട്ടിന്റെ അതെല്ലാം കോൺസ്റ്റന്റ് ആയി നിൽക്കണം. അതുപോലെ അലൂവിയം, ഇൻകൊഹറന്റ് അലൂവിയം സോയിലിലൂടെ ആയിരിക്കണം ഈ ഒരു ചാനൽ ഒഴുകേണ്ടത്. എങ്കിൽ മാത്രമാണ് ആ ചാനൽ നമുക്ക് ട്രൂ റെജീം കണ്ടീഷനിലാന്ന് പറയാൻ പറ്റുള്ളൂ. ഇൻകൊഹറന്റ് അലൂവിയം സോയിലിലൂടെ ഒരു ചാനൽ ഒഴുകുകയാണെങ്കിൽ. ഓക്കെ, ഇനി ഇനീഷ്യൽ റെജീം കണ്ടീഷൻ എന്താന്ന് നോക്കാം. ഇനീഷ്യൽ റെജീം കണ്ടീഷൻ ലേസി ഡിഫൈൻ ചെയ്ത ഇനീഷ്യൽ റെജീം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ a channel is said to be in initial regime condition when only the bed slope of the channel gets affected by silting, and scoring and other parameters are independent even in non-silting and non-scoring velocity condition. It may be due to the absence of incoherent alluvium. According to Lacy, regime theory is not applicable to initial regime condition. അപ്പോൾ ട്രൂ regime condition, initial regime condition ഒന്നും ലേസസ് തിയറി ആപ്ലിക്കബിൾ അല്ല. അദ്ദേഹം ഒരു 3 തിയറീസ് ഡിഫൈൻ ചെയ്തു എന്നുള്ളൂ regime കണ്ടീഷന്റെ. ഓക്കെ, അപ്പം ഇനീഷ്യൽ regime കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഡ് സ്ലോപ്പിൽ മാത്രമാണ് സ്കോറിങ്
ആൻഡ് സിൽട്ടിങ് സംഭവിക്കുന്നുള്ളൂ എങ്കിൽ അതിനെ ഇനീഷ്യൽ റെജീം കണ്ടീഷൻ എന്ന് പറയാം. ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും, അതായത് നമ്മുടെ കനാലിന്റെ സൈഡ് സ്ലോപ്സും വിഡ്ത്തും എല്ലാം ബാക്കിയെല്ലാം സെയിം ആയിട്ട് നിൽക്കുകയും ബെഡ്സിൽ മാത്രം സിൽട്ടിങ്ങും സ്കോറിങ്ങും നടക്കുകയാണെങ്കിൽ അത് ഇനീഷ്യൽ റെജീം കണ്ടീഷനിലാണ് ആ ചാനൽ ഒഴുകുന്നതെന്ന് പറയാം. ഓക്കെ, according to Lacy, his theory is not applicable to initial regime condition. ഇനി നമുക്ക് final regime എന്താണെന്ന് നോക്കാം. If the channel parameters such as sides, bed slope, side-ഉം bed slope-ഉം depth of the channel-ഉം are changing according to flow rate and silt grade, then it is said to be in final regime condition. ഇവിടെ ചാനലിന്റെ സൈഡ്സും ചാനലിന്റെ സൈഡും ബെഡും, ചാനലിന്റെ ബെഡ് സൈഡ് അതുപോലെ ഇതിന്റെ ഡെപ്തും വാരി ചെയ്യാണ്. അതിൽ കൊണ്ടുപോകുന്ന സിൽട്ട് ഗ്രേഡ് അനുസരിച്ച് ഒക്കെ ഈ ത്രീ പാരാമീറ്റേഴ്സും വാരി ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ പറയുക ഫൈനൽ റെജീം കണ്ടീഷൻ എന്നാ പറയുക. ദ ചാനൽ ഷേപ്പ് മേ വാരി അക്കോർഡിംഗ് ടു ദ സിൽട്ട് ഗ്രേഡ് അനുസരിച്ച് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ചാനൽ ഷേപ്സ് മാറും എന്നാണ് പറയുന്നത്. കോഴ്സ് സിൽട്ട് ആണെങ്കിൽ ഈ ഒരു പാറ്റേൺ ഒരു സെമി സർക്കുലർ ഷേപ്പ് ആയിരിക്കും. അതുപോലെ ഫൈൻ സിൽറ്റ് ആണെങ്കിൽ ചാനല് ഈ ഒരു ഷേപ്പ് ആയിരിക്കും എന്നാണ് പറയുക. അതുപോലെ മീഡിയം സൈസ് സിൽട്ടാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ ഒരു അറൗണ്ട് ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പാണ് ആ ചാനൽ ഫോളോ ചെയ്യുക. അതിന്റെ ഡെപ്തും അതിന്റെ ബെഡ് സ്ലോപ്പും അതിന്റെ സൈഡ്സും എല്ലാം അതിന് വേരിയേഷൻ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഫൈനൽ റെജീം കണ്ടീഷൻ എന്ന് പറയാം. ലേസിയുടെ ഈ ഒരു തിയറി ഫൈനൽ റെജീം കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ലേസി സ്പെസിഫൈഡ് ദാറ്റ് റെജീം തിയറി ഈസ് വാലിഡ് ഫോർ final regime condition only. He specified semi-ellipse as an ideal shape of the regime channel. Lacy specify the semi-ellipse shape ആണ് ideal shape of the regime channel. അപ്പോൾ ലേസീസ് തിയറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കെനഡീസ് തിയറിയിലെ കുറെ ഡ്രോബാക്സ് ഉള്ളത് കാരണമാണ് ലേസീസ് തിയറി കൊണ്ടുവന്നത്. അപ്പോൾ ലേസീസ് തിയറിയിൽ 3 റെജീം കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ട്രൂ റെജീം കണ്ടീഷനും ഇനീഷ്യൽ റെജീം കണ്ടീഷൻസും ജസ്റ്റ് ഡിഫൈൻ ചെയ്തെന്നുള്ളൂ. അതിനല്ല ലേസീസ് തിയറി നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ഫൈനൽ റെജീം കണ്ടീഷൻ വേർ ബെഡ് സ്ലോപ്പ് ഓഫ് ദ ചാനൽ, ബെഡ് സ്ലോപ്പ്, സൈഡ്സ്, ഡെപ്ത് ഒക്കെ വാരി ചെയ്യാണ്. സിൽറ്റിന്റെ ഗ്രേഡ് അനുസരിച്ചും ഒക്കെ ഈ 3 പാരാമീറ്റേഴ്സ് ഒക്കെ വാരി ചെയ്യുന്ന ഒരു കണ്ടീഷൻ, അതിനാണ് നമ്മൾ ഫൈനൽ റെജീം കണ്ടീഷൻ എന്ന് പറയാ. അതിനാണ് നമ്മുടെ ലേസീസ് തിയറി ഈസ് വാലിഡ് ഫോർ ഫൈനൽ റെജീം കണ്ടീഷൻ. പിന്നെ സെമി എലിപ്സ് ഷേപ്പ് ആണ് ഒരു ഐഡിയൽ ഷേപ്പ് ആയിട്ട് ഇവിടെ സെമി എലിപ്സ് ഷേപ്പ് ആണ് ഇവിടെ ലേസി ഐഡിയൽ ഷേപ്പ് ആയിട്ട് ചാനലിന്റെ ഐഡിയൽ ഷേപ്പ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. ഡിസൈൻ സ്റ്റെപ്സ്. ലേസീസ് തിയറിയുടെ ഡിസൈൻ സ്റ്റെപ്സ്. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ കൺവെൻഷണൽ എക്സാംസിന് ആണ് ആ ഒരു ഡിസൈൻ സ്റ്റെപ്സ് പഠിച്ചിരിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ടത് ഈ ഒരു ഫോർമുലാസ് ആണ്. ഒരു ഗിവൺ ഡിസ്ചാർജിന് ആദ്യം തന്നെ നമ്മളൊരു സിൽട്ട് ഫാക്ടർ, സ്റ്റെപ്പ് 1 എന്താണ്, ആദ്യം തന്നെ ഒരു സിൽട്ട് ഫാക്ടർ എഫ് ഈക്വൽ ടു 1.76 റൂട്ട് ഡി 1.76 റൂട്ട് ഡി ഇൻ mm ആണ് സിൽട്ട് ഫാക്ടർ. ലേസി സിൽട്ട് ഫാക്ടർ എന്താണ്, എഫ് ഈക്വൽ ടു 1.76 റൂട്ട് ഡി എന്ന ഫോർമുലയിൽ നിന്ന് നമുക്ക് എഫ് കണ്ടുപിടിക്കാം. പിന്നീട് മീൻ വെലോസിറ്റി ഫ്ലോ ഈ ഒരു ഫോർമുലയിൽ നിന്ന് കണ്ടുപിടിക്കണം. V equal to QF square divided by 140 whole raised to 1/6 എന്നുള്ള ഫോർമുലയിൽ നിന്ന് മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ V കണ്ടുപിടിക്കാം. പിന്നീട് ഹൈഡ്രോളിക് മീൻ റേഡിയസിനും ഫോർമുലയുണ്ട്. R equal to 5/2 V square by F. F നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 5/2 V square by F. അങ്ങനെ ഹൈഡ്രോളിക് റേഡിയസ് കണ്ടുപിടിക്കാം. പിന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A equal to ഡിസ്ചാർജ് ബൈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോയിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അസ്യൂം സൈഡ് സ്ലോപ്പ് ആസ് ഹാഫ് ഹൊറിസോണ്ടൽ ടു ഹാഫ് 1 വെർട്ടിക്കൽ. ഡിറ്റർമൈൻ നമുക്ക് വെറ്റഡ് പെരിമീറ്റർ ഈ ഒരു ഫോർമുലയിൽ നിന്ന് ഡിറ്റർമൈൻ ചെയ്യാം. ലേസിയുടെ ഇക്വേഷനിൽ വെറ്റഡ് പെരിമീറ്റർ എങ്ങനെയാണ് കാണുന്നത്, ഈ ഒരു ഇക്വേഷൻ P equal to 4.75 root Q. Q is in meter cube per second. 4.75 root Q. P equal to 4.75 root Q. ഈ ഒരു ഫോർമുലയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഈ ഫോർമുലാസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഫോർമുലാസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ് ഡിറ്റർമിൻ ബെഡ് സ്ലോപ്പ്.
അതിനും ഫോർമുലയുണ്ട് 1/3340 into f raised to 5/3 divided by q raised to 1/6. ബെഡ് സ്ലോപ്പിന്റെ ഫോർമുലയാണ് 1/3340 into f raised to 5/3 divided by q raised to 1/6. q raised to 1/6 ആണ് ബെഡ് സ്ലോപ്പിന്റെ ലേസീസ് ഫോർമുല. ലേസി ഓൾസോ ഗിവ് ഇക്വേഷൻ ഫോർ ഓക്കെ, ഇത്രയും അത് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അപ്പൊ ഈ ഇത്രയും ഫോർമുലാസ് ഓർത്തിരിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഡ്രോബാക്സ് എന്തായിരുന്നു ലേസീസ് തിയറിയുടെയും ഡ്രോബാക്സ് നമുക്ക് നോക്കാം. Lacey said that a regime channel has a semi-elliptical shape. നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ഐഡിയൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ലേസി ഒരു സെമി എലിപ്റ്റിക്കൽ ഷേപ്പാണ് ഐഡിയൽ ഷേപ്പായിട്ട് കനാൽസിന്റെ പറഞ്ഞത്. ബട്ട് സെയിം ഇസ് നോട്ട് സപ്പോർട്ടഡ് ബൈ ഹിസ് ഇക്വേഷൻ. പക്ഷേ സെമി എലിപ്റ്റിക്കൽ ഷേപ്പിന് വേണ്ടിയിട്ടല്ല ലേസീസ് ഇക്വേഷൻ വന്നിട്ടുള്ളത്. പിന്നെ റെജീം റിലേഷൻസ് ഡു നോട്ട് അക്കൗണ്ട് ഫോർ എമൗണ്ട് ഓഫ് സെഡിമെന്റ് ട്രാൻസ്പോർട്ടഡ് ബൈ flowing water. പുള്ളി പറഞ്ഞ റെജീം റിലേഷൻസ് ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ എത്ര എമൗണ്ട് ഓഫ് സെഡിമെന്റ് ആണ് ഈ ഫ്ലോയിങ് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് റെജീം റിലേഷൻസിലൊന്നും അക്കോമഡേറ്റ് ചെയ്യുന്നില്ല ലേസി. പിന്നീട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെജീം ചാനൽ ആർ നോട്ട് പ്രിസൈസ്ലി ഡിഫൈൻഡ്. ഓരോ റെജീം ചാനലിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള, അതായത് ഫൈനൽ റെജീം, ഇനീഷ്യൽ റെജീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള ചാനൽസിന്റെ ആ ഒരു പ്രോപ്പർട്ടീസ് പ്രോപ്പർലി ഡിഫൈൻ ചെയ്തില്ല ലേസിയുടെ തിയറിയിൽ. നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ കെനഡീസ് തിയറി ആൻഡ് ലേസീസ് തിയറി നോക്കാം. കെനഡീസ് തിയറി ആൻഡ് ലേസി തിയറിയിൽ കെനഡീസ് തിയറിയിൽ ട്രപ്പിസോയിഡൽ ചാനലാണ് ഒരു ഐഡിയൽ ഷേപ്പ് ആയിട്ട് പറയുന്നത്. പക്ഷെ ലേസീസ് തിയറിയിൽ സെമി എലിപ്റ്റിക്കലാണ്. സിൽട്ട് ഈസ് കെപ്റ്റ് ഇൻ സസ്പെൻഷൻ. കെനഡീസ് തിയറിയിൽ എഡീസ് ജനറേറ്റഡ് ഫ്രം ബോട്ടം ആണ് സിൽട്ടിനെ സസ്പെൻഷനിൽ നിർത്തുക. സിൽട്ട് ഈസ് കെപ്റ്റ് ഇൻ സസ്പെൻഷൻ ഡ്യൂ ടു എഡീസ് ജനറേറ്റഡ് ഫ്രം ബോത്ത് സൈഡ് സ്ലോപ്പ് ആൻഡ് ബോട്ടം, ദാറ്റ് ഈസ് ത്രൂ ഔട്ട് ദ പെരിമീറ്റർ. അപ്പോൾ ഇവിടെ ലീസി പറഞ്ഞത് ബെഡിൽ നിന്നും സൈഡിൽ നിന്നും വരുന്നതാണ് സിൽട്ടിനെ സസ്പെൻഷനിൽ നിർത്തുന്നതെന്നാണ് പറയുന്നത്. റെക്കമെൻഡഡ് കുട്ടേഴ്സ് ഇക്വേഷൻ, വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുട്ടേഴ്സ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ലീസിക്ക് ഹി ഗേവ് ഹിസ് ഓൺ വെലോസിറ്റി ഇക്വേഷൻ. നോ ഇക്വേഷൻ ഫോർ ബെഡ് സ്ലോപ്പ്. ബെഡ് സ്ലോപ്പിന് ഇക്വേഷൻ പറയുന്നില്ല കെനഡി. പക്ഷെ ഇവിടെ നമ്മളൊരു ഇക്വേഷൻ കണ്ടിരുന്നു, എസ് ഈക്വൽ ടു 1/3340 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് എഫ് റേസ് ടു 5/3 by q raised to 1/6. ബെഡ് സ്ലോപ്പിന് ലേസി ഒരു ഫോർമുല നമുക്ക് തരുന്നുണ്ട്. പിന്നെ ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയർ ആണ് കെനഡീസ് എന്ന് പറഞ്ഞാൽ, കാരണം നമ്മളവിടെ ഒരു ഡെപ്ത് ഗിവൺ ക്യൂവിന് ഡെപ്ത് ഒക്കെ നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അത് ലാസ്റ്റ് വരുമ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റി നോട്ട് ഈക്വൽ ടു മീൻ വെലോസിറ്റി, ആക്ച്വൽ മീൻ വെലോസിറ്റി ആണെങ്കിൽ വീണ്ടും നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ലേസീസ് തിയറി അതൊരു ഡയറക്റ്റ് പ്രൊസീജിയർ ആണ്. പിന്നെ ആപ്ലിക്കബിൾ ഫോർ അലൂവിയൽ ചാനൽ ആണ് കെനഡീസ് തിയറി. ഇവിടെ ആപ്ലിക്കബിൾ ഫോർ അലൂവിയൽ ചാനൽ ആസ് വെൽ ആസ് ഫോർ റിവേഴ്സിനും ലേസീസ് തിയറി അപ്ലൈ ചെയ്യാം. അലൂവിയൽ ചാനൽസിനും ആസ് വെൽ ആസ് ഫോർ റിവേഴ്സിനും നമുക്ക് ലേസീസ് തിയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് MCQs നോക്കാം. വാട്ട് വിൽ ബി ദ വെറ്റഡ് പെരിമീറ്റർ ഓഫ് എ റെജീം ചാനൽ ആസ് പെർ ലേസീസ് തിയറി എന്നാണ് ചോദ്യം. പെരിമീറ്റർ കാണാൻ 4.75√Q. ഇതാണ് ഫോർമുല. ഇത് ഈസിയാണ്. 4.75√100. അപ്പോൾ ആൻസർ ഇൻറ്റു 10 വരുമ്പോൾ 47.5 ആണ് ആൻസർ വരിക. 47.5 മീറ്റർ. അപ്പോൾ ഈ ഒരു ഫോർമുല അറിഞ്ഞിരിക്കണം ഇതുപോലെ ചെറിയ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലേസീസ് പെരിമീറ്റർ P ഡിസ്ചാർജ് Q റിലേഷൻ ഇസ് ഗിവൺ ബൈ പെരിമീറ്റർ Pയും ഡിസ്ചാർജ് Qയും തമ്മിൽ P ഈക്വൽ ടു 4.75√Q അല്ലെങ്കിൽ Q raised to 1/2 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ മീഡിയം സിൽട്ട് ഹൂസ് ആവറേജ് ഗ്രെയിൻ സൈസ് ഈസ് 0.16 mm. ഫോർ മീഡിയം സിൽട്ട് ആവറേജ് ഗ്രെയിൻ സൈസ്, അതായത് ഡി ലേസി സിൽട്ട് ഫാക്ടർ ആണ് ചോദ്യം. 1.76√D ആണ് ഈക്വൽ ടു 1.76√0.16. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 0.7 ആൻസർ കിട്ടും. 0.7 ഇസ് ദി ആൻസർ. അപ്പോൾ ഈ ഒരു ഫോർമുലയും അറിഞ്ഞിരിക്കുക. F ഈക്വൽ ടു 1.76√D. D in mm ആയിരിക്കണം. ഇവിടെ 0.16 mm ആണ്, അതുകൊണ്ട് നമ്മൾ ഡയറക്ട്ലി ചെയ്യാം. ആൻസർ കിട്ടുക 0.7 ആണ്. ലേസി സിൽട്ട് ഫാക്ടർ F കിട്ടുക. ആസ് പെർ ലേസീസ് തിയറി ദ സിൽട്ട് ഫാക്ടർ ഈസ്
ലേസീസ് തിയറി അനുസരിച്ച് സിൽറ്റ് ഫാക്ടർ എഫ് എങ്ങനെയായിരിക്കുന്ന ചോദ്യം 1.76 റൂട്ട് ഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആവറേജ് പാർട്ടിക്കിൾ സൈസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Moving on to other question. According to Lacey's theory, the bed slope is given by Lacey's theory അനുസരിച്ച് bed slope നമുക്കറിയാം 1/3340 into f raised to 5/3 by q raised to 1/6 എന്നാണ് തരിക. അപ്പോൾ ഇതാണ് ആൻസർ. Lacey's bed slope f raised to 5/3 by 3340 q raised to 1/6 where f is silt factor, q is discharge. Lacey's theory is applicable to flow through. Lacey's theory is applicable to flow through. നമ്മൾ പറഞ്ഞു ആ ഒരു ഡിസ്റ്റിങ്ഷൻ നമ്മൾ ലേസീസ് തിയറിയും കെനഡി തിയറിയും പറഞ്ഞു അലൂവിയൽ റിവേഴ്സിനും അലൂവിയൽ കനാൽസിനുമാണ് ലേസീസ് തിയറി ഉപയോഗിക്കുക. The difference in level between the top bank and supply level in a canal is called. അത് നമ്മൾ വരച്ചിരുന്നു. കനാല് ഇതാണെങ്കിൽ ബാങ്ക്, നമ്മൾ ബാങ്ക്സ് കൊടുക്കുന്ന രണ്ട് സൈഡിലെ എംബാങ്ക്മെന്റ്. അപ്പോൾ ഇതിന്റെ ഫുൾ സപ്ലൈ ലെവലും FSLും ഈ ഒരു ബാങ്കിന്റെ ആ ഒരു ടോപ്പ് ലെവലും തമ്മിലുള്ള ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് നമ്മൾ പറയുക ഫ്രീ ബോർഡ് എന്നാണ്. അതാണ് അതിന്റെ ആൻസർ. അടുത്തത്, ആസ് പെർ റെക്കമെൻഡേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷേപ്പ് ഓഫ് ലൈൻഡ് കനാൽ. ഒരു ലൈൻഡ് കനാലിന്റെ ഷേപ്പ് ട്രപ്പിസോയിഡൽ ആയിരിക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ റെക്കമെൻഡേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. കനാൽസിന്റെ കനാൽ ക്ലാസിഫിക്കേഷൻ, അതിന്റെ ക്രോസ് സെക്ഷൻ നോക്കി നമ്മൾ, പിന്നെ കെനഡീസ് തിയറി, ലേസീസ് തിയറി ഓഫ് കനാൽ ഡിസൈൻ നോക്കി, കുറച്ച് MCQs നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.